കർത്താവിൻ്റെ കരുണ കർത്താവിൻ്റെ ദയയും ജീവിതകാലം മുഴുവൻ എന്നോട് കൂടിയിരിക്കും. കർത്താവിൻ്റെ കരുണ കർത്താവിൻ്റെ ദയയും ജീവിതകാലം മുഴുവൻ എന്നോട് കൂടിയിരിക്കും. നിന്റെ ദയ മാത്രമാണ് എൻ്റെ ആനന്ദം. നിന്റെ കൃപ മാത്രമാണ് എൻ്റെ ആനന്ദം. നിന്റെ ദയ മാത്രമാണ് എൻ്റെ ആനന്ദം. നിന്റെ കൃപ മാത്രമാണ് എൻ്റെ ആനന്ദം. ആനന്ദമേ 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 ആനന്ദമേ. കർത്താവിൻ്റെ കരുണ കർത്താവിൻ്റെ ദയയും ജീവിതകാലം മുഴുവൻ എന്നോട് കൂടിയിരിക്കും. കർത്താവിൻ്റെ കരുണ കർത്താവിൻ്റെ ദയയും ജീവിതകാലം മുഴുവൻ എന്നോട് കൂടിയിരിക്കും. നിന്റെ ദയ മാത്രമാണ് എൻ്റെ ആനന്ദം. നിന്റെ കൃപ മാത്രമാണ് എൻ്റെ ആനന്ദം. നിന്റെ ദയ മാത്രമാണ് എൻ്റെ ആനന്ദം. നിന്റെ കൃപ. രണ്ട് കൈകളും ഉയർത്തി അടിച്ചുകൊണ്ട് ആനന്ദമേ 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 ആനന്ദമേ. ഓഹോ ആനന്ദമേ 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 ആനന്ദമേ. യേശുവിനെ നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചതേയില്ല. യേശുവിനെ നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചതേയില്ല. എളിയവർ നിലവിളിച്ചു, യഹോവ അതു കേട്ടു. എളിയവർ നിലവിളിച്ചു, യഹോവ അതു കേട്ടു. സകല കഷ്ടത്തിൽ നിന്നും അവരെന്നെ വിടുവിച്ചു. ഓഹോ സകല കഷ്ടത്തിൽ നിന്നും യേശുവേ അവൻ എന്നെ വിടുവിച്ചു. ആനന്ദമേ 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 യേശുവേ യേശുവേ ആനന്ദമേ 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 ഉറക്കെ ആനന്ദമേ 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 ആനന്ദമേ. യേശുവിൻ്റെ നാമത്തെ വിളിച്ചിടുക, എല്ലാവരും നിശ്ചയമായി രക്ഷിക്കപ്പെടും. യേശുവിൻ്റെ നാമത്തെ വിളിച്ചിടുക, എല്ലാവരും നിശ്ചയമായി രക്ഷിക്കപ്പെടും. പിതാവോട് പ്രാർത്ഥിച്ചു, എനിക്ക് ഉത്തരമരുളി. പിതാവോട് പ്രാർത്ഥിച്ചു, എനിക്ക് ഉത്തരമരുളി. സകല ഭയത്തിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. സകല ഭയത്തിൽ നിന്നും ഉറക്കെ പാടിക്കേ എന്നെ അവൻ വിടുവിച്ചു. ആനന്ദമേ 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 ആനന്ദമേ. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ ടെസ്റ്റ് മണി പറയാൻ വന്നിട്ടുള്ളവർ മുന്നോട്ട് വന്ന് ആനന്ദമേ ആനന്ദമേ ആ ടെസ്റ്റ് മണി പറയേണ്ടവർ മുന്നോട്ട് വന്ന് ആനന്ദമേ 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 ആനന്ദമേ
ഉറക്കെ യേശുവേ എന്ന് വിളിച്ചേ. യേശുവേ, യേശുവേ, പോരാ പോരാ പോരാ. ആമേൻ, ഹല്ലേലൂയ ജീസസ്. ആനന്ദമേ ആനന്ദമേ പറഞ്ഞേ, ആനന്ദമേ 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 ആനന്ദമേ. രണ്ട് കരമുയർത്തി ആനന്ദമേ 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 ആനന്ദമേ. ശാരോനിലെ പനിനീർ പുഷ്പം, താഴ്വരയിലെ താമരയും. ശാരോനിലെ പനിനീർ പുഷ്പം, താഴ്വരയിലെ താമരയും ആകുന്നു എൻ്റെ പ്രിയൻ, ആകുന്നു എൻ്റെ പ്രിയൻ. കരമുയർത്തി, ആകുന്നു എൻ്റെ പ്രിയൻ, ആകുന്നു എൻ്റെ പ്രിയൻ. നിൻ പ്രേമത്തെ വീഞ്ഞിനേക്കാളും, നിൻ സ്നേഹത്തെ മറ്റെന്തിനേക്കാളും, നിൻ പ്രേമത്തെ വീഞ്ഞിനേക്കാളും, നിൻ സ്നേഹത്തെ മറ്റെന്തിനേക്കാളും വാഞ്ചിക്കുന്നേ വാഞ്ചിക്കുന്നേ വാഞ്ചിക്കുന്നേ. ഓ വാഞ്ചിക്കുന്നേ വാഞ്ചിക്കുന്നേ വാഞ്ചിക്കുന്നേ. Thank you Jesus Lord. യേശുവേ യേശുവേ. Thank you Jesus Lord. ആനന്ദമേ 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 ആനന്ദമേ. നമുക്ക് എൻ്റെ സാക്ഷ്യമുണ്ട്, അത് കേൾക്കാം. പറഞ്ഞാട്ടെ സിസ്റ്ററെ. ബ്രദർ ദൂത് പറയുമ്പോൾ തന്നെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കിയ അത്ഭുത സാക്ഷ്യവുമായിട്ടാണ് ഈ സിസ്റ്റർ നമ്മുടെ മുന്നിലായിരിക്കുന്നത്. സിസ്റ്ററിൻ്റെ പേര് വിദ്യ, വട്ടിയൂർക്കാവ് എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. 2 ആഴ്ച മുമ്പ് സിസ്റ്ററിൻ്റെ ചെവിയിൽ വലിയ വേദന ഉണ്ടായി. വേദന ഉണ്ടാകുമ്പോൾ സിസ്റ്റർ പറയുന്ന അസഹനീയമായ വേദനയാണ്. അപ്പോൾ ചെവി പൊത്തിപ്പിടിച്ചാൽ പോലും സഹിക്കാൻ കഴിയത്തില്ല. കൂടാതെ ചെവി ചൊറിച്ചിലും ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ച ബ്രദർ ഇങ്ങനെ ദൂത് പറഞ്ഞു, ചുവന്ന ഡ്രസ്സ് ധരിച്ച ഒരാൾക്ക്, ചെവിക്ക് പ്രശ്നമുള്ള ഒരാളെ കർത്താവ് എന്നെ കാണിക്കുന്നു, അയാളെ ഇപ്പോൾ കർത്താവ് സൗഖ്യമാക്കുന്നു. ചെവിക്ക് വേദനയുള്ള ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ സിസ്റ്റർ നമ്മുടെ ഹാളിൻ്റെ മുകളിലാണ് ഇരുന്നത്. അപ്പോൾ സിസ്റ്റർ നോക്കുമ്പോൾ മറ്റൊരു സിസ്റ്റർ നടന്നു വരുന്നത് കൊണ്ട് സിസ്റ്റർ താഴേക്ക് ഇറങ്ങി വന്നില്ല. കൂടാതെ മുകളിൽ നിന്ന് സിസ്റ്ററിന് വേഗത്തിൽ ഇറങ്ങി വരാനും കഴിഞ്ഞില്ല. എന്നാൽ സിസ്റ്റർ കർത്താവ് തന്നോട് സംസാരിക്കുന്നു എന്ന് മനസ്സിലാക്കി ബ്രദർ ദൂത് പറഞ്ഞപ്പോൾ ചെവിയിൽ കൈവച്ച് ബ്രദറിനോട് ചേർന്ന് പ്രാർത്ഥിച്ചു. സിസ്റ്റർ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത് 2 ആഴ്ചയായി തന്നെ അസഹ്യപ്പെടുത്തിയിരുന്ന വേദനയും ചൊറിച്ചിലും
പരിപൂർണമായി തന്നെ വിട്ടുമാറി എന്നാണ്. എത്രത്തോളം കടുപ്പായിരുന്നു എന്നൊന്ന് പറയാം. എത്ര ദിവസം ഉണ്ടായിരുന്നു പ്രയാസം? ഒരു 2 ആഴ്ചത്തോളം ഉണ്ടായിരുന്നു. എന്തുവായിരുന്നു പ്രശ്നം? എന്തുവായിരുന്നു? വെറുതെ ഇരുന്ന സമയത്ത് വന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് നല്ല ചൊറിച്ചിലും ഭയങ്കര വേദനയും വരും. അപ്പോൾ ഇങ്ങനെ കൊത്തി പിടിക്കുമായിരുന്നു. കുറച്ച് നേരം അങ്ങനെ ഇരുന്നിട്ട് പിന്നെ അങ്ങ് മാറും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ കഴിഞ്ഞ സൺഡേ ഉണ്ടായതാണ്. കഴിഞ്ഞ സൺഡേ ഉണ്ടായതാണ്. ഞാൻ നോക്കിയപ്പോൾ ഒരു ആൻറ്റി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അയ്യോ ഞാനായിരിക്കത്തില്ലേ എന്നിങ്ങനെ ഞാൻ വിചാരിച്ചു. എന്നാലും പ്രശ്നമില്ല, ഈ പ്രശ്നത്തിനാണല്ലോ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അതിനുശേഷം എനിക്ക് ആ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മെയിൻ കർത്താവ് കൊടുത്ത സൗഖ്യത്തിനായി നന്ദി പറയാം. ഒരാൾ മുൻപോട്ട് വന്നപ്പോൾ വിചാരിച്ചു ഇനിയും എന്നെ ആയിരിക്കത്തില്ല എന്ന് ചിന്തിച്ചു. പക്ഷേ ഒരു ദൂതൻ ഇറങ്ങുന്നത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നത് ആ ഹോളിലായിരിക്കുന്ന സകലരെയും സൗഖ്യമാക്കാനാണ്. നിങ്ങളുടെ സൗഖ്യത്തെ നിങ്ങൾ പിടിച്ചാട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സിസ്റ്ററിൻ്റെ പേര് അമ്പിളി എന്നാണ്. വട്ടിയൂർക്കാവ് എന്ന സ്ഥലത്തു നിന്നാണ് സിസ്റ്റർ കടന്നു വരുന്നത്. വലിയൊരു അപകടത്തിൽ നിന്ന് ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് സംരക്ഷിച്ച ഒരു അത്ഭുത സാക്ഷ്യവുമായിട്ടാണ് ഈ സിസ്റ്റർ നമ്മുടെ മുന്നിലായിരിക്കുന്നത്. ഈ സിസ്റ്റർ 11 വർഷമായിട്ട് നമ്മുടെ ചർച്ചിൽ കടന്നു വരുന്നു. സിസ്റ്റർ ഒരു തയ്യൽക്കടയാണ് നടത്തുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച തയ്യൽക്കടയിൽ ഒരു തീപിടുത്തമുണ്ടായി. കഴിഞ്ഞ 1 മാസമായിട്ട് ഈ തയ്യൽക്കടയെക്കുറിച്ച് സിസ്റ്ററിന് നെഗറ്റീവായിട്ടുള്ള ദർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സിസ്റ്റർ അതെല്ലാം പ്രാർത്ഥനയിൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. കൂടാതെ കടയിൽ ജോലി ചെയ്യുന്ന കുട്ടികൾക്കും ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരിക പതിവായിരുന്നു. അപ്പോൾ അങ്ങനെ സിസ്റ്റർ ഇത് പ്രാർത്ഥനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ബുധനാഴ്ച സിസ്റ്റർ ചായ തിളപ്പിക്കാൻ വേണ്ടി 1 ഗ്ലാസ് വെള്ളം ഇൻഡക്ഷനിൽ വെച്ചു. ആ സമയത്ത് കസ്റ്റമർ വന്നു. സിസ്റ്റർ അത് മറന്നുപോയി. പിന്നീട് നോക്കുമ്പോൾ അവിടെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായ ഒരു തീപിടുത്തമാണ് കണ്ടത്. എല്ലാവരും ഭയന്ന് നിന്നപ്പോൾ സിസ്റ്റർ ധൈര്യപൂർവ്വം നിന്നു. കട്ട് പീസിനാണ് ആദ്യം തീ പിടിച്ചത്. അപ്പോൾ സിസ്റ്റർ ധൈര്യപൂർവ്വം അതെടുത്ത് കളഞ്ഞു. പ്ലഗുകളെല്ലാം അൺപ്ലഗ് ചെയ്തു. വേറെ സിസ്റ്ററിൻ്റെ കടയിൽ ഒരുപാട് സ്റ്റോക്കുള്ള തുണികളുണ്ടായിരുന്നു. പക്ഷേ ഒരു തുണിക്കും ഒരു കേടുപോലും സംഭവിച്ചില്ല. തീ അണയ്ക്കാൻ സാധിച്ചു. എല്ലാവരും അത്ഭുതകരമായി നോക്കി നിൽക്കുന്ന വിധത്തിൽ സിസ്റ്ററിന് അത് സാധിച്ചു എന്നാണ് സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നത്. സിസ്റ്റർ ഒരു തയ്യൽക്കടയാണ് നടത്തുന്നത്. പലപ്പോഴും വന്നിട്ട് എന്നോട് സംസാരിക്കാറുണ്ട്. എന്നാൽ വലിയൊരു അനർത്ഥത്തിൽ നിന്ന് കർത്താവ് വിടുവിച്ചു. ഒത്തിരി വലിയ തീപിടുത്തമായിരുന്നോ? തീ പിടിച്ചിരുന്നെങ്കിൽ ആ ബിൽഡിംഗ് മൊത്തം നശിച്ചു പോയിരുന്നു. തീ പിടിക്കുമ്പോൾ തന്നെ കണ്ടു ഒരു കൊച്ചാണ് കണ്ടത്. അപ്പോൾ പറഞ്ഞ് തീ എന്ന് പറഞ്ഞപ്പോഴും ഞങ്ങൾ ആരും അതല്ല ശ്രദ്ധിച്ചത്, പുറത്തോട്ടാണ് നോക്കിയത്. പക്ഷെ എൻ്റെ കടയിലാണെന്ന് എല്ലാവരും ചൂണ്ടിക്കാണിച്ചപ്പോഴും ഞാൻ ഇതെങ്ങനെ സംഭവിച്ചെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ എന്താണ് ധൈര്യം വന്നെന്ന് അറിഞ്ഞൂടാ. ഇരുന്ന തുണിയോടെ ഞാൻ ചുരുട്ടി ഇഞ്ഞെടുത്തു. പക്ഷേ തൊട്ട് മുകളിൽ സ്റ്റോക്ക് ബൾക്കായിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന തുണി തൊട്ട് മുകളിലുണ്ടായിരുന്നു. അതിലൊന്നും തൊടാതെ ദൈവം കാത്തു. ഒരു വലിയ നഷ്ടങ്ങളൊന്നും വരാതെ കർത്താവ് കുടുംബത്തെ കരുതിയതോർത്ത് നന്ദി പറയുന്നു. സിസ്റ്ററിന്റെ അനുഭവത്തിനായി സ്തോത്രം. താങ്ക് യു ജീസസ്. ആമേൻ. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? എന്നോട് പറഞ്ഞു, സാക്ഷ്യം പറഞ്ഞതിന് ശേഷം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഒത്തിരി പേര് ലീഡേഴ്സ് ആയിട്ടുള്ളവരുണ്ട്, കൈകളിലൂടെ അത്ഭുതങ്ങളെ ചെയ്യുന്നവരുണ്ട്, വിശ്വാസത്തിൻ്റെ ചില സ്റ്റെപ്പുകൾ ചെയ്യുന്നവരുണ്ട്. കഴിഞ്ഞ ദിവസം ലീഡേഴ്സ് മീറ്റിങ്ങിന് വന്നവരൊന്ന് കൈയുയർത്തി കാണിക്കാവോ? അന്ന് നടന്ന ഒരു അഭിഷേകത്തിൻ്റെ ചലനം എന്ന് പറയുന്നത് നിങ്ങളെ എല്ലാം വ്യത്യസ്തരാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. സഭയെ ദൈവമാക്കിയിരിക്കുന്നത് ദേശത്ത് വല്ല ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വലിയ കാര്യങ്ങളെ ദേശത്ത് ചെയ്യാൻ പോവുകയാണ്. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ നിൽക്കുന്ന ഞാൻ മാത്രമല്ല, ഈ സ്റ്റേജിൽ നിൽക്കുന്നവർ മാത്രമല്ല, നിങ്ങളിലായിരിക്കുന്നവരിലൂടെ കർത്താവ് അത് ചലിക്കുകയാണ്. ഈ ഹോളിലായിരിക്കുന്ന സകല വ്യക്തികൾക്കും സൗഖ്യമാകാൻ പോവുകയാണ്. ദൈവത്തിന്റെ അഭിഷേകം ചലിക്കുമ്പോൾ ചിലത് നേരെയാകുന്നു, ഓർഡർ അല്ലാത്ത ചിലതിനെ ഓർഡർ ആക്കുന്നു, അബ്നോർമലായ ചിലതിനെ നോർമൽ ആക്കുന്നു. രോഗി എന്ന് പറയുന്ന ചിലരെ സൗഖ്യമാക്കുന്നു, മുടന്തനെ ചാടി എഴുന്നേൽപ്പിക്കുന്ന വിധത്തിലാക്കുന്നു. അസാധ്യം എന്ന് പറയുന്ന ചിലത് സംഭവിക്കാൻ പോകുക. ഇപ്പോൾ ആ ദൈവത്തിന്റെ അഭിഷേകം ചലിക്കുക. രോഗികളായിരിക്കുന്നവർ വിശ്വാസത്തോടെ രോഗമുള്ള ഭാഗത്തേക്ക്
കൈകൾ വെച്ചാട്ടെ. ആമീൻ. ഇപ്പോൾ ചിലർ സൗഖ്യമാകുക, ചിലരെന്നല്ല, ആമീൻ, ഇതിനകത്ത് രോഗികളായിരിക്കുന്ന സകല വ്യക്തികളും സൗഖ്യമാകുക. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അപ്പൊ അഭിഷേകത്തിന്റെ ശക്തി ചലിക്കട്ടെ, അഭിഷേകത്തിന്റെ ശക്തി ചലിക്കട്ടെ, അഭിഷേകത്തിന്റെ ശക്തി ചലിക്കട്ടെ. ആമീൻ. കർത്താവിനെ കാണിക്കുകയാണ്. ആമീൻ. കിഡ്നി ഫംഗ്ഷന്റെ ടെസ്റ്റുകൾ നടത്തിയപ്പോൾ അതിൽ ചില വേരിയേഷൻ കണ്ടു എന്ന് പറയുന്നവരൊന്ന് കൈ ഉയർത്താവോ? ഇപ്പോൾ ചിലർ സൗഖ്യമാകുകയാണ്. ആമീൻ. ഇപ്പോൾ ചിലർ സൗഖ്യമാകുകയാണ്. ആ കിഡ്നി ഫംഗ്ഷനിൽ ഉണ്ടാവുന്ന വേരിയേഷനുകളെ, ആമീൻ, പ്രോട്ടീൻ ലീക്കേജ്, ആമീൻ, ചില ഡിപ്പോസിറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞ് ചിലരെ കർത്താവ് സൗഖ്യമാക്കിയാണ്. ചിലരുടെ ശരീരത്തിൽ ആ ശക്തി അനുഭവിക്കുന്നത് കാണാം, ചിലരുടെ ശരീരത്തിൽ ആ ശക്തി അനുഭവിക്കുന്നത് കാണാം. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ആമീൻ. ആ വെള്ള ഷർട്ടിട്ട് ബ്രദർ, ആ കുഞ്ഞിനെ എടുത്തോണ്ടിരിക്കുന്ന ബ്രദറിന്റെ ഉദരത്തിൽ കർത്താവിന്റെ കൈ ഇരിക്കുന്നത് കാണാം. കർത്താവ് നിന്റെ കരം ചലിച്ചിരിക്കാൻ നന്ദി പറയുന്നു. അപ്പൊ നിന്റെ കരം ചലിച്ചിരിക്കാൻ നന്ദി പറയുന്നു. അപ്പൊ നിന്റെ കരം ചലിച്ചിരിക്കാൻ നന്ദി പറയുന്നു. ചില വ്യക്തികൾ സൗഖ്യമാകുന്നത് കാണാം, ചില വ്യക്തികൾ സൗഖ്യമാകുന്നത് കാണാം, ചില വ്യക്തികൾ സൗഖ്യമാകുന്നത് കാണാം. അതേപോലെ LFT ടെസ്റ്റില് ചില വേരിയേഷൻ ഉള്ളവരെ കർത്താവ് സൗഖ്യമാക്കുന്നത് കാണാം. ആമീൻ. ഇന്ന് ഇവിടെ ആയിരിക്കുന്ന സകലരും സൗഖ്യമാകും. ആമീൻ. ഇടയ്ക്കൊന്ന് ഒന്നോ രണ്ടോ പേരല്ല, ആമീൻ, സകല വ്യക്തികളും ഇന്ന് സൗഖ്യമാകും. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ആമീൻ. വയറ്റിന്റെ ഒരു സൈഡിലായിട്ട് മുഴ അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നത് കാണാം. ആമീൻ. വയറിന്റെ ഒരു സൈഡിലായിട്ട്, ആമീൻ, ടെസ്റ്റ് ചെയ്തപ്പോഴോ മറ്റോ ആണ്, ആമീൻ, ആ മുഴ കണ്ട ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നത് കാണാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ കരത്തിനായി നന്ദി പറയുന്നു. കർത്താവേ, അവിടുത്തെ അത്ഭുത കരത്തിനായി നന്ദി പറയുന്നു. അവിടുത്തെ അത്ഭുത കരത്തിനായി നന്ദി പറയുന്നു. ആമീൻ. ആ കറുത്ത ചുരിദാറിട്ട പുള്ളി ഷോളുള്ള സിസ്റ്റർ വയറ്റിൽ കർത്താവിന്റെ കൈ ഇരിക്കുന്നത് കാണാം. ആമീൻ. ചിലരുടെ ജീവിതത്തോട് കർത്താവ് ഇടപെടുകയാണ്. സൗഖ്യം ദൈവമക്കളുടെ അവകാശമാണ്. സൗഖ്യം ദൈവമക്കളുടെ അവകാശമാണ്. അതിനെ ഒരു ഇരുട്ടിനും തടഞ്ഞു വെക്കുവാൻ കഴിയത്തില്ല. ഇത് ദൈവമക്കൾക്ക് ദൈവം കൊടുത്ത അവകാശമാണ്. അതിനെ അനുഭവിക്കുവാൻ വേറൊരു കാര്യവും ചെയ്യേണ്ട. ആമീൻ. കർത്താവിൽ വിശ്വസിച്ചാൽ മാത്രം മതി. ഇത് നിന്റെ അവകാശമാണെന്ന് ഒരാൾ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. ഇത് നിന്റെ അവകാശമാണെന്ന് ഒരു വ്യക്തി തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. അവനത് അനുഭവിക്കുവാനായി കഴിയും. അന്യഭാഷയിലൊന്ന് സ്തുതിച്ചാട്ടെ. കർത്താവേ, വലിയൊരു സാന്നിധ്യത്തിന് നിറവ് ചലിക്കട്ടെ. ഈ ഹോള് മുഴുവനും അത് ചലിക്കട്ടെ. ചിലരുടെ നടുവിനായിരിക്കുന്ന പ്രയാസമാരോ നടുവേദന 18 വർഷം, 15 വർഷം, 16 വർഷം, ചിലർ നാളുകളായുള്ള നടുവേദനയിൽ നിന്ന് പൂർണ്ണമായും സൗഖ്യത്തിലേക്ക് വരിക. എനിക്കൊരു വ്യക്തിയെ കാണാം. ആ വ്യക്തിയുടെ കാലിന്റെ ഈ ഭാഗത്ത്, ഈ മസിലുകളിൽ പ്രയാസമുണ്ട്. സാധാരണ കവിഞ്ഞ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ പ്രയാസം, നടക്കാൻ പ്രയാസം, നിൽക്കാൻ പ്രയാസം, 2 ദിവസത്തേക്ക് ആ വേദന കാണും. ഒരു 10 അടി കൂടുതൽ നടന്നാൽ മതി, അപ്പോഴേ കാലിന് പ്രയാസമാ. ആമീൻ. ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നത് കാണാം. എനിക്കൊരു വ്യക്തിയെ കാണാം. ചില മെസ്സേജുകൾ കേൾക്കുമ്പോൾ ഒന്ന് ബലപ്പെടും. കുറച്ച് ദിവസത്തേക്ക് ഒന്ന് പോസിറ്റീവായി ചിന്തിക്കും. ചില കൺഫ്യൂഷൻ വേർഡ്സുകൾ പറയും. ദൈവത്തോട് ചേർന്ന് നിൽക്കണമെന്ന് ആഗ്രഹിക്കും. പക്ഷേ സ്റ്റേബിളായ ഒന്നിലല്ല. ദൈവത്തോട് അടുക്കാൻ താൻ എന്തോ ചെയ്യുക, പക്ഷെ പെട്ടെന്ന് തോന്നും പരാജയപ്പെടുവാണെന്ന്. ആമീൻ. എന്തോ ചെയ്തല്ല ദൈവത്തോട് അടുക്കുന്നത്, അവന്റെ ഹൃദയത്തോട് ചേർന്നിരുന്ന ദൈവത്തോട് അടുക്കുന്നത്. നിനക്കൊന്നും ചെയ്ത് പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. അവന്റെ അടുക്കലിരുന്നാട്ടെ, അടുക്കലിരുന്നാട്ടെ. അടഞ്ഞുപോയ വാതിലുകൾ തുറക്കും, അടഞ്ഞുപോയ വാതിലുകൾ തുറക്കും.
ആമേൻ. അടഞ്ഞുപോയ വാതിലുകൾ തുറക്കും. ഹല്ലേലൂയ. അപ്പോൾ ആ presence ഈ ഹോളിൽ ഉയർന്നുയർന്നു വരുന്നത് കാണാം. യേശുവേ. പരിശുദ്ധാത്മാവേ. അളവില്ലാതെ 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 നീ നിറയണമേ അളവില്ലാതെ നീ നിറയണമേ ഓ അളവില്ലാതെ 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 നീ നിറയണമേ ഓ അളവില്ലാതെ നീ നിറയണമേ. യേശുവേ അളവില്ലാതെ നീ നിറയണമേ. എന്നെ കർത്താവ് ഒരു കാഴ്ച കാണിച്ചത്, വിദേശത്ത് ഒരു ജോലി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. ആ വ്യക്തിയിൽ ഒരു അടയാളം ഞാൻ കണ്ടത്, തൻ്റെ കയ്യിൽ ഒരു സ്റ്റീൽ വാച്ച് കിടക്കുന്നതാണ്. സ്റ്റീൽ വാച്ച് കെട്ടി ഒത്തിരി പേരുണ്ടായിരിക്കാം, പക്ഷേ ജോലി ആഗ്രഹിച്ചു നിൽക്കുന്ന, പല പ്രാവശ്യം ട്രൈ ചെയ്തു, തനിക്ക് മുൻപിൽ ആ വാതിൽ തുറക്കുമോ എന്ന് ചിന്തിച്ചിട്ട് ആ വ്യക്തി ആയിരിക്കുന്നത്. പക്ഷേ ദൈവം തൻ്റെ മുൻപിൽ ആ വാതിൽ തുറന്നിരിക്കുന്നത്. നന്ദി യേശുവേ. പ്രസൻസിലായിരിക്കുന്ന ഒരു വ്യക്തി സകല നന്മയും അനുഭവിക്കാനിടയാകും. ആ പ്രസൻസിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് സകല നന്മയും അനുഭവിക്കുവാനായി കഴിയും. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അളവില്ലാതെ നീ നിറയണമേ ഓ അളവില്ലാതെ അത് മുട്ടോളം പോരായേ അരയോളം പോരായേ മുട്ടോളം പോരായേ അരയോളം പോരായേ നീന്തിട്ടല്ലാതെ കടപ്പാനാകരുതേ നീന്തിട്ടല്ലാതെ കടപ്പാനാകരുതേ. ഞാൻ വലിയ പ്രതീക്ഷയോടെയാണ് നിൽക്കുന്നത്. ഇന്ന് പകൽ അസാധാരണ കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോകും. ആമേൻ. ഇന്ന് കൊല്ലത്തുണ്ട്. ഇതിൻ്റെ സൗണ്ട് മാറിപ്പോയത് എന്താ? നേരത്തെ വെച്ച സൗണ്ട് പോയി. ഇന്ന് കൊല്ലത്തുണ്ടായ ഒത്തിരി സാക്ഷ്യം കേൾക്കണോ? ഒരു ചേച്ചിക്ക് ഇവിടെ നിന്ന് അവരുടെ നമ്മുടെ ജോയുടെ കിപ്പ് ഇളകിപ്പോവും. കഴിഞ്ഞ പ്രാവശ്യം ഇളകിയപ്പോൾ അനസ്തീഷ്യ കൊടുത്ത വീണ്ടും ഇട്ടെ. ആ ചേച്ചിക്ക് അതുകൊണ്ട് വാ കൊണ്ട് കടിക്കാൻ ഒക്കത്തില്ല. ലിക്വിഡായ ഫുഡേ കഴിക്കാൻ ഒക്കത്തുള്ളൂ. വാ ഇങ്ങനെ തുറന്നാൽ അത് ഊരിപ്പോവും. 35 വയസ്സേ ഉള്ളൂ. അതുകൊണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമാണ്. ഇവിടുത്തെ ഒരു വെയിൻ എന്തൊരു കാര്യം പറഞ്ഞു. എന്നാൽ ഇന്ന് അവർ പ്രാർത്ഥനയുടെ മധ്യയിൽ അതങ്ങ് സൗഖ്യമായി. അവരുടെ വായ എങ്ങനെ വേണേൽ ചലിപ്പിക്കാം. വായ എങ്ങനെ വേണേൽ ചലിപ്പിക്കാം. അവർ കടിച്ചു നോക്കി. ഒന്ന് കൈയടിച്ചു ഹല്ലേലൂയ പറഞ്ഞേ. ഈ ചില ആളുകളുടെ വിശ്വാസം ശ്രദ്ധിക്കണം. നമ്മുടെ ചർച്ചിലെ എൻ്റെ വണ്ടി ഓടിക്കാൻ കുറച്ച് ദിവസം വന്നൊരു ചേച്ചി, ഒരു ബ്രദറിൻ്റെ വൈഫ് കൊല്ലം ചർച്ചിലുണ്ട്. അദ്ദേഹം സിസ്റ്റർ ഇപ്പോൾ ദുബായ് വന്നിട്ടുണ്ട്. ദുബായ് വന്നതിൻ്റെ ആഴ്ചയിൽ ഒരു ആക്സിഡൻറ്റ് ഇവിടെ മോൾക്കുണ്ടായി. അവളുടെ കാലിൻ്റെ ലിഗമെൻ്റ് പൊട്ടിപ്പോയി, നടക്കാൻ പറ്റത്തില്ല. കാലിങ്ങനെ ഇരിക്കത്തുള്ളൂ, നേരെ ഇരിക്കത്തുള്ളൂ. പ്ലാസ്റ്റർ ഇട്ടിരിക്കുമായിരുന്നു. അവൾ എന്നെ ചെയ്തെന്നറിയോ? ഇന്ന് രാവിലെ പ്ലാസ്റ്റർ കട്ട് ചെയ്തിട്ട് നേരെ ചർച്ച വന്നു. ഈ വിശ്വാസം എന്ന് പറയുന്നത് ഭയങ്കരമാട്ടോ.
അവൾ കസേര വന്നിരിക്കുമ്പോഴും ഇങ്ങനെ ഇരിക്കുവോ, ഇങ്ങനെ ഇണങ്ങത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ആകത്തില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ കാല് സൗഖ്യമായി. വിശ്വാസത്തിന് ചിലത് ചെയ്യാൻ പറ്റുമെന്നേ. എന്നിട്ട് പറഞ്ഞു, ഞാനൊന്ന് ഇരുന്ന് നോക്കട്ടെ. ഇരുന്ന് നോക്കി, നോ ഇഷ്യൂസ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ഒരു മോൾ ആദ്യമായിട്ട് വന്നിരിക്കുകയാണ്. ആ മോളുടെ ഇവിടുത്തെ ഹിപ്പും ഈ എല്ലുകളും തമ്മിൽ ഒരു പ്രശ്നമുണ്ട്. കാരണം സാധാരണ എല്ലുകൾ പോലെയല്ല, അദ്ദേഹത്തിൻ്റെ നട്ടെല്ല് വളഞ്ഞുപോയി. ചെറുപ്പമാണ്, +2 പഠിക്കുന്ന കൊച്ച്. അല്ല, എൻ്റെ മോളുടെ പ്രായം 18 വയസ്സുണ്ട്. അവൾക്ക് ബാത്റൂമിൽ ഇരിക്കാൻ ഒക്കത്തില്ല. ബാത്റൂമിൽ ഇരിക്കുന്ന പോലെ ഇരിക്കാൻ ഒക്കത്തില്ല. കാല് മുട്ടുമടങ്ങി നമ്മൾ ഇരിക്കത്തില്ല, അതിൽ ഇരിക്കാൻ ഒക്കത്തില്ല. തറയിലിരുന്നിട്ട് ഏകദേശം ഒരു വർഷമായി. ഇത്രയും കൊച്ചാണ്. ഡോക്ടേഴ്സ് പറയണ ഓപ്പറേഷൻ വേണം. ഓപ്പറേഷൻ ചെയ്താൽ സക്സസ് ആവുമെന്ന് ഉറപ്പില്ല. ഞാൻ ഫാമിലിയോട് സംസാരിച്ചു, എനിക്ക് 30 ലക്ഷം രൂപയോ 40 ലക്ഷം രൂപയോ അതിന് വേണം, ചെയ്യാൻ വേണം. കൊച്ചു കാര്യമല്ല, വലിയ കാര്യം, വലിയ എമൗണ്ട് വേണം. പക്ഷേ ആ മോൾ ഇന്ന് മുതൽ ഇരിക്കാൻ തുടങ്ങി, ഒരു വേദനയില്ല. അടുത്തിരിക്കുന്നവരുടെ കൈ കൊടുത്തു പറ, അത്ഭുതങ്ങൾ സാധാരണമാണ്. അത്ഭുതങ്ങൾക്ക് സാധാരണമാണ്. അത്ഭുതങ്ങൾ സാധാരണമാണ്. Miracles are normal because we are in the kingdom. നമ്മൾ അവന്റെ രാജ്യത്തിനകത്താണ്. അത്ഭുതങ്ങൾ സാധാരണമാണ്. ഓ, കൈകളടിച്ച് കർത്താവിനെ സ്തുതിക്കാം. യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ആത്മാവിൽ നിന്ന് ആരാധിക്കാം. യേശുവെന്ന് ഉറക്കെ പറയാം. ഇന്ന് പകൽ നിങ്ങൾ എവിടെയാണോ, യൂട്യൂബിൽ എന്നെ കാണുകയാണോ, ഫേസ്ബുക്കിൽ എന്നെ കാണുകയാണോ, കർത്താവ് ഈ പകൽ ചിലരെ കൂടെ അത്ഭുതപൂർവമായി സൗഖ്യമാക്കുന്നു. അത്ഭുതപൂർവമായ ഒരു സൗഖ്യം ഉണ്ടാകുന്നു. ചേർന്ന് കൈ അടിച്ചൊരു ആമീൻ പറ. ഒരു മിറക്കിൾ ഈ ഹോളിനകത്തുണ്ടാകട്ടെ. ചില ആളുകൾ അത്ഭുതങ്ങളിലേക്ക് വരട്ടെ. ചില ആളുകൾ അടയാളങ്ങളിലേക്ക് വരട്ടെ. അസാധാരണമായ ചില ദൈവപ്രവർത്തികൾ ഉണ്ടാകട്ടെ. കൈ അടിച്ചൊരു ആമീൻ പറയാം. ഇന്ന് പകൽ നിങ്ങൾ വന്നതുപോലെ മടങ്ങാതെ അസാധാരണമായ ദൈവശക്തിയുമായി മടങ്ങിപ്പോ. യേശു പകൽ സൗഖ്യമാക്കുന്നതിന് നന്ദി. ഒരു നല്ല ആമീൻ പറയാം. ഇരിക്കാം നമുക്ക്. ഞാൻ ഇന്ന് മിറക്കിൾ സൺഡേ ആയതുകൊണ്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിച്ചാണ് നിൽക്കുന്നത്. എന്നാൽ എല്ലാ മിറക്കിളുകളും അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലാകുകൊണ്ട് കുറച്ച് നേരം ഞാൻ ദൈവവചനം പറയുക. എന്നെ സ്വാധീനിച്ച കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നു. ഓക്കെ, ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ വിശ്വാസത്തിൽ വന്ന സമയത്ത്, ഈ പ്രസംഗിക്കാൻ തുടങ്ങിയ സമയത്ത് എൻ്റെ സാക്ഷ്യങ്ങളായിരുന്നു ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവദിനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ മനസ്സിലായതോടുകൂടെ അത് ഉപദേശങ്ങളായി മാറാൻ തുടങ്ങി. ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യണം, അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ജീവിച്ചാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, ഇങ്ങനെ ആയിരുന്നാൽ ദൈവം നിങ്ങളെ ഉയർത്തും. അങ്ങനെയായി പിന്നെ എൻ്റെ പ്രസംഗങ്ങൾ. നിങ്ങളെ ദൈവം രക്ഷിക്കാത്തത് എന്താണ്? ദൈവം നിങ്ങൾ എന്തുകൊണ്ടാണ് തകർന്നു പോയത്? നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് മാറാത്തത്? ഇതൊക്കെയായിരുന്നു എൻ്റെ പ്രധാന ഫോക്കസുകൾ. ആ സമയത്തും ദൈവം അത്ഭുതങ്ങളെ ചെയ്തു. ആ സമയത്തും ദൈവം വീര്യപ്രവർത്തികളെ ചെയ്തു. പക്ഷെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു, ഏകദേശം ഒരു 15 വർഷത്തോളമായി എനിക്കൊരു കുറക്കൊരു കാര്യം മനസ്സിലായി. ഇതിനൊക്കെല്ലാം നമ്മളിൽ പ്രവർത്തിക്കുന്നത് ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എത്രയധികം ബൈബിളിൽ പറയുന്ന വചനങ്ങളുടെ രഹസ്യങ്ങൾ ഇത് പറയുമ്പോൾ പലർക്കും അതെന്താണെന്ന് മൂലം മനസ്സിലാകുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ എപ്പോഴാണോ ഞാൻ ഈ ദൈവിക രഹസ്യങ്ങളാണ് ഒരു മനുഷ്യൻ്റെ ഡെലിവറൻസിനും അനുഗ്രഹത്തിനും എല്ലാം കാരണമാകുന്നതെന്ന് മനസ്സിലാകാൻ തുടങ്ങിയോ, അന്ന് മുതൽ എൻ്റെ ലൈഫ് ടോട്ടലി വ്യത്യാസപ്പെടാനായി തുടങ്ങി. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്ന് ഞാനൊരു പ്രൊഫറ്റിക് സൺഡേ പോലെയാണ്. ചില പ്രവചന ശബ്ദം പറയാനാണ് നിൽക്കുന്നത്. എന്നാൽ അതിനോടൊപ്പം തന്നെ ചില ആത്മീയ രഹസ്യങ്ങളും നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് നിൽക്കുന്നത്. നിങ്ങളൊരു നല്ല കൈയടി കർത്താവിനെ. ഞാൻ ഈ മാസം, ഏപ്രിൽ മാസം നമ്മൾ 6-ാം തീയതിയാണ് ഇവിടെ നിൽക്കുന്നത്. എന്നാൽ ഈ മാസത്തിന് എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞ ശബ്ദം എന്ന് പറയുന്നത്, മന്ത് ഓഫ് ഏപ്രിൽ ഈസ് മന്ത് ഓഫ് റെവലേഷൻ. ഇത് വെളിപ്പാടുകളുടെ മാസമാണ്.
എത്ര പേര് അത് വിശ്വസിക്കുന്നത് എനിക്ക് അറിയത്തില്ല. ഞാൻ ചിലരോട് ദൂത് പറയുക, നിങ്ങളുടെ ആത്മീയ അനുഭവങ്ങൾ ആഴമുള്ളതാകാൻ പോകുന്നു. നിങ്ങളുടെ ദർശനങ്ങൾക്ക് ആഴം വർദ്ധിക്കാൻ പോകുന്നു. നിങ്ങൾ സിനിമ കാണുങ്ങൾ പോലെ ദർശനങ്ങൾ കാണുന്ന സീസൺ എഴുന്നേൽക്കുന്നു. ഈ ദിവസം മുതൽ ചിലരുടെ ലൈഫിൽ ആഴത്തിൽ ദർശനങ്ങളും വെളിപ്പാടുകളും വെളിപ്പെടുന്ന മാസമായിരിക്കും. വിശ്വസിക്കുന്നവർക്ക് ആമേൻ പറയാം. ലോർഡ്, ഞാൻ ഈ മാസത്തെ ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നു, ദിസ് എ മന്ത് ഓഫ് റെവലേഷൻ. ആളുകളുടെ അകത്തേക്ക് വെളിപ്പാടുകൾ ഉണ്ടാകുന്ന, ഞാൻ നിങ്ങളോട് പ്രവചിച്ചു പറയുക, ഇതുവരെ വെളിപ്പാടുകളിലേക്ക് വരാത്ത ആളുകൾ ഈ മാസം കയറി വരട്ടെ. ഹല്ലേലൂയ. ഇതുവരെ ആത്മാനുഭവങ്ങളിലേക്ക് വരാത്തവർ ഈ ദിവസങ്ങളിൽ അതിലേക്ക് വരട്ടെ. പ്രാർത്ഥിക്കുമ്പോൾ വെളിപ്പാടുകൾ കാണുന്ന, പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തതയോടെ ചിത്രങ്ങൾ കാണുന്ന ആ അനുഭവത്തിലേക്ക് ചിലർ ഈ ഞായറാഴ്ച പ്രവേശിക്കട്ടെ. ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുക, ഇത് ആ ഞായറാഴ്ചയാണ്. ഇന്നു മുതൽ നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ആഴം വർദ്ധിക്കും. ഇന്നു മുതൽ നിങ്ങളുടെ ദർശനങ്ങളുടെ ആഴം വർദ്ധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ചിലത് കാണാൻ തുടങ്ങും. ഇതുവരെ കണ്ടിട്ടില്ലാത്തത് നിങ്ങൾ കാണാനും കേൾക്കാനും തുടങ്ങും. എനിക്കുണ്ടായ ഒരു അനുഭവം പറയട്ടെ. ദർശനങ്ങൾ എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ഓടി വരുന്നൊരു ചിത്രം പറയാം. ഞാൻ ദൂതന്മാരെന്ന് പറഞ്ഞാൽ ചിറകുകളുള്ള ആളുകളായാണ് ഒരിക്കൽ ഗ്രഹിച്ചിരുന്നത്. എന്നാൽ പിന്നെയാണ് മനസ്സിലായത്, ചിറകുകളുള്ള ദൂതന്മാരുണ്ട്. എന്നാൽ ഭൂമിയിൽ യേശു അല്ലെങ്കിൽ നമ്മുടെ അടുക്കൽ വരുന്ന പലരും ചിറകോട് കൂടിയല്ല വരുന്നതെന്ന്. പക്ഷെ നിങ്ങൾ ആരെങ്കിലും ദൂതന്മാരെ ചിറകില്ലാതെ കണ്ടിട്ടുണ്ടോ? കാണുന്നില്ല. കാരണം നമ്മുടെ മൈൻഡിലെ പിക്ചർ, നമ്മുടെ മനസ്സിനകത്ത് കിടക്കുന്ന ചിത്രം, ചിറകുള്ളവർ മാത്രമാണ് ദൂതന്മാർ. ഒരു ഹല്ലേലൂയ പറയാമോ? നമ്മൾ സാധാരണ ചിത്രം നിങ്ങളുടെ തലയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നിങ്ങൾ പറയും, ഒനിഡ ടിവിയിലെ 2 കൊമ്പുള്ള, ഒരു കൊമ്പ് വാലുള്ള കുട്ടിച്ചാത്തൻ പോലെ ഇരിക്കുന്ന ഒരാൾ. ബാലരമയിലെ കുട്ടൂസോ എന്നൊരു സാധനം ഉണ്ടല്ലോ, ലുട്ടാപ്പിയെ പോലെ നമ്മുടെ തലയിൽ ചിത്രം വരും. അല്ലെങ്കിൽ നമ്മുടെ ചിത്രം വരുന്നത് ഡ്രാക്കുള, പല്ലിങ്ങനെ ഇറങ്ങി, അല്ലെങ്കിൽ സാരി എടുത്ത യക്ഷി. ഇതൊക്കെയാണ് നമ്മുടെ തലയിൽ വരുന്ന ചിത്രങ്ങൾ. പക്ഷെ ഞാൻ സാത്താനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇത്രയും സൗന്ദര്യമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾക്കെന്നെ മനസ്സിലാകുന്നു? അത് എന്നിൽ അങ്ങനൊരു അനുഭവത്തിലേക്ക് എത്തിച്ചത് വിഷനുകളാണ്, ദർശനങ്ങളാണ്. ഞാൻ വിശ്വസിക്കുന്നത് ഈ പകൽ മുതൽ ചിലരുടെ ലൈഫിലേക്ക് അത് ഉയർന്നു വരട്ടെ. ഹല്ലേലൂയ. ഈ റെവലേഷനുകളെല്ലാം ഉളവാകുന്നത് അവൻ്റെ സാന്നിധ്യത്തിനകത്താണ്. ഇത് ഈ വർഷം ദി ഇയർ ഓഫ് പ്രസൻസ് ആണ്. ആരാണോ ദൈവ സാന്നിധ്യത്തിനോടൊപ്പം ഇരിക്കുന്നത് അവരാണ് ദർശനങ്ങളിലേക്ക് വരുന്നത്. എവിടെയാണോ ദൈവ സാന്നിധ്യത്തിനകത്ത് നിങ്ങളായിരിക്കുന്നത്, ആ സാന്നിധ്യമാണ് നിങ്ങൾക്ക് റെവലേഷനുകളെ തരുന്നത്. റെവലേഷൻ പറഞ്ഞപ്പോൾ തീർന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ ദൈവത്തിൻ്റെ സാന്നിധ്യമായിരുന്നു. നിങ്ങൾ ശിഷ്യന്മാരോട് ചോദിക്കുക, ശിഷ്യന്മാർ പറയും, അവൻ്റെ അടുക്കലായിരുന്നപ്പോൾ ഭൂമിക്ക് വരാൻ പോകുന്നത് എന്താണ്, ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ ഭൂമിക്ക് എന്താണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ കൂടെ ആയിരുന്നവർ, പ്രസൻസിനോട് കൂടെ ആയിരുന്നവർ അവരുടെ ഫ്യൂച്ചറിനെ വ്യക്തമായി കണ്ടു. ഈ പകൽ ഞാൻ നിങ്ങളോട് ജൂതു പറയട്ടെ, ആരാണോ സാന്നിധ്യത്തിൽ ഇരിക്കുന്നത് അവർക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് കൺഫ്യൂഷൻ കാണത്തില്ല, അവർക്ക് സംശയം വരത്തില്ല. അതിനു പകരം അവർ പറയും, ഇതാണ് അടുത്ത ആഴ്ചയിൽ സംഭവിക്കാൻ പോകുന്നത്, ഇതാണ് അടുത്ത ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത്. തിരുവനന്തപുരത്തെ കുറിച്ചൊരു ദൂത് പറയട്ടെ, ട്രിവാൻഡ്രത്ത് എയർ കണ്ടീഷൻ ഹോൾ വരാൻ പോകുന്നു. നിങ്ങൾ രാമയും പറഞ്ഞില്ലല്ലോ, ഹല്ലേലൂയ പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ ഫ്യൂച്ചർ യേശുവിനോട് ചോദിച്ചു നോക്കിയ, അല്ല ശിഷ്യന്മാരോട് ചോദിച്ചു നോക്കിയ, ശിഷ്യന്മാർ പറയും, ഞങ്ങൾ ബൈബിൾ വായിച്ചിട്ടുള്ളതാണ്, പക്ഷേ യേശു അതിനെ വ്യാഖ്യാനിച്ചപ്പോൾ, പ്രസൻസിൽ ഞങ്ങൾ കേട്ടപ്പോൾ ഇതുവരെ മനസ്സിലാകാത്തത് മനസ്സിലാകാനായി തുടങ്ങി. എന്ന് പറഞ്ഞാൽ സാന്നിധ്യത്തോടൊപ്പം നിങ്ങൾ ഇരിക്കാൻ തുടങ്ങിയാൽ വചനത്തിൽ നിന്ന് വെളിപ്പാടുകൾ ഉണ്ടാകാൻ തുടങ്ങും, ഫ്യൂച്ചറിൽ നിന്ന് വെളിപ്പാടുകൾ ഉണ്ടാകാൻ തുടങ്ങും.
കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്നലകളെ കുറിച്ച് വെളിപ്പാടുകൾ ഉണ്ടാകാൻ തുടങ്ങും. നാളുകളെ കുറിച്ച് വെളിപ്പാടുകൾ ഉണ്ടാകാൻ തുടങ്ങും. ഇത് ഇന്ന് നിങ്ങളോടുള്ള ദൂതാണ്. ഈ പകൽ മുതൽ ചിലരുടെ വചന വെളിപ്പാട് മാറാൻ പോകുന്നു. ചിലർക്ക് വചനം വായിക്കുമ്പോൾ അതിന്റെ ആഴങ്ങൾ മനസ്സിലാകാൻ തുടങ്ങുന്നു. ഈ പകൽ മുതൽ ചിലർക്ക് ഫ്യൂച്ചർ മനസ്സിലാകാൻ തുടങ്ങുന്നു. ഈ പകൽ മുതൽ ചിലരുടെ പാസ്റ്റ് ചിലർക്ക് മനസ്സിലാകാൻ തുടങ്ങുന്നു. ഒരു റെവലേഷന്റെ അടുത്ത പ്രതലം ഓപ്പൺ ആകാൻ പോകുന്നു. കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചൊരു ആമീൻ പറ. ഞാൻ സാധാരണഗതിയിൽ റെവലേഷന് വേണ്ടി മിനിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുക്കൽ നിൽക്കുന്ന ഒരു ഏഞ്ചലിനെ ഈ ഹോളിൽ എനിക്ക് കാണാം. നിങ്ങൾക്ക് കാര്യം അറിയാവോ? യോഹന്നാൻ എന്ന് പറയുന്ന അപ്പോസ്തലനെ വെളിപ്പാടുകൾ ഉണ്ടായി എന്ന് നമ്മൾ വായിക്കുമ്പോൾ ആ വെളിപ്പാടുകളെ കാണിച്ചു കൊടുത്തത് ഒരു ദൂതനായിരുന്നു എന്ന് വെളിപ്പാട് പുസ്തകം പറയുന്നു. നമ്മുടെ തലയിൽ അത് മനസ്സിലാകുന്നില്ല. ഒന്നും കൂടെ പറയാം. ചിലർക്ക് വെളിപ്പാടുകൾ ഉണ്ടാകുമ്പോൾ അതെങ്ങനെ സംഭവിക്കുന്നെന്ന് അറിയത്തില്ല. യോഹന്നാന് വെളിപ്പാടുണ്ടായത് ആ വെളിപ്പാടുകൾ കാണിച്ചു കൊടുത്തത് ഒരു ദൈവദൂതനായിരുന്നു. ഇന്ന് പകൽ ചിലരോട് അത് സംഭവിക്കട്ടെ, ചിലർക്ക് അത് സംഭവിക്കട്ടെ. ഈ പകൽ മുതൽ വെളിപ്പാടുകളെ പകരുന്ന ഏഞ്ചലിക് വിസിറ്റേഷനുകൾ ചിലർക്കുണ്ടാകട്ടെ, എനിക്കുണ്ടാകട്ടെ. കൂടാണെങ്കിൽ ഹല്ലേലൂയ പറ. ആ ബിസിനസ് എന്ത് ചെയ്യണം, ആ ജോലി എന്ത് ചെയ്യണം, എങ്ങനെ ആ കാര്യത്തിലേക്ക് സ്റ്റെപ്പ് വെക്കണം, അവർക്ക് വ്യക്തതയോടെ മനസ്സിലാക്കാൻ തുടങ്ങും. അവരുടെ കാഴ്ചപ്പാടുകൾ മാറാൻ പോകുന്നു. കൈയടിച്ചൊരു ഹല്ലേലൂയ പറ. ഈ പകൽ അതിന്റെ പകലാണ്. ഈ പകൽ അതിന്റെ പകലാണ്. പരിശുദ്ധ ആത്മാവ് വരുമ്പോൾ ജ്ഞാനത്തിന്റെ ആത്മാവ് ഉണ്ടാകും, വെളിപ്പാടിന്റെ ആത്മാവ് ഉണ്ടാകും, ഓ വിവേകത്തിന്റെ ആത്മാവ് ഉണ്ടാകും. ഓ the spirit of wisdom, spirit of knowledge, spirit of understanding. ഈ പകൽ ചിലരുടെ മേൽ അത് പകരപ്പെടട്ടെ, ചിലരുടെ മേൽ അത് പകരപ്പെടട്ടെ, ചിലരുടെ മേൽ അത് ഓപ്പൺ ആകട്ടെ. Habahasana rako sorokobo rasana raniandaloko rantaniandaloko. Thank you Jesus. യെശയ്യാവ് 11:12 പറയുന്നത് അവന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വന്നപ്പോൾ ഹല്ലേലൂയ അവന്റെ അകത്ത് വെളിപ്പാടിന്റെ ആത്മാവ് പ്രവർത്തിക്കാനായി തുടങ്ങി. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശബ്ദമേർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്ന് പകൽ ഐ ബിലീവ്, ഞാൻ കുറച്ചു നേരം കൂടെ പ്രവചിക്കുമെന്ന് എനിക്ക് തോന്നുന്നേ, ഇത് നിങ്ങളോടുള്ള പ്രവചന ദൂതാണ്. ഹല്ലേലൂയ. ഒരു വാക്യത്തിലേക്ക് വരാം നമുക്ക്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിനെ പ്രത്യക്ഷനായി. നിങ്ങൾ ഈ വാക്യം കാണാതെ പഠിക്കുന്നത് നല്ലതാണ്. അവനോട് ഞാൻ സർവശക്തിയുള്ള ദൈവം ആകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക എന്ന് നിഷ്കളങ്കനായിരിക്കുക. നിങ്ങൾ ആ വാക്യം വായിക്കുന്നേക്കാൾ മുമ്പ് ഞാൻ ആ വാക്യം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലേക്ക് 2-3 പ്രധാന ചിന്തകൾ വന്നു. അബ്രഹാമിനോട് ദൈവം വെളിപ്പെടുകയാണ്, അബ്രഹാമിന് ദൈവം പ്രത്യക്ഷനാകുകയാണ്. പ്രത്യക്ഷനായിട്ട് ഇങ്ങനെ പറയുക, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആൽമൈറ്റി ഗോഡ് എന്നും എൽ ഷദായ് എന്നുമാണ്. നമുക്ക് ദൈവത്തോട് ചോദിക്കാം, ദൈവമേ എന്താ അതിൻ്റെ പ്രത്യേകത? എത്ര പ്രാവശ്യം നീ വെളിപ്പെട്ടിട്ടുള്ളത്? എത്ര പ്രാവശ്യം അബ്രഹാമിന് നീ പ്രത്യക്ഷനായിട്ടുള്ളതാ? അബ്രഹാം പറയും, അല്ലെങ്കിൽ ദൈവം പറയും, നമുക്ക് 17-ാം അധ്യായം വരെ ഞാൻ അവന് പല പ്രാവശ്യം പ്രത്യക്ഷനായിട്ടുണ്ടെങ്കിലും ഞാൻ എൽ ഷദായായി സർവശക്തനായി വെളിപ്പെട്ടില്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അബ്രഹാം, ഓ വണ്ടർഫുൾ. അബ്രഹാം ഈ വെളിപ്പാട് അല്ലെങ്കിൽ ഈ ദർശനം അല്ലെങ്കിൽ ഈ അനുഭവത്തിലേക്ക് വരുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് കാണാം 15-ാം അധ്യായത്തിലാണ് അബ്രഹാമിനോട് ദൈവം സംസാരിക്കുന്നത്. പിന്നീട് ഏകദേശം 13 കൊല്ലത്തോളം ഞാൻ വിശ്വസിക്കുന്നത് അബ്രഹാമുമായി ദൈവം ഒരു നല്ല ഫെലോഷിപ്പിലല്ല. അതിന്റെ കാരണം മറ്റൊന്നുമില്ല, അബ്രഹാം ജഡത്തിൽ അല്പം മൂവ് ചെയ്തു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിന് വിരുദ്ധമായി തൻ്റെ ഫ്ലഷിന്റെ താല്പര്യത്തിൽ, തൻ്റെ ശരീരത്തിന്റെ താല്പര്യത്തിൽ അല്പം മുന്നോട്ട് പോയി. തൻ്റെ താല്പര്യത്തിൽ മുന്നോട്ട് പോയ അബ്രഹാമിന് ദൈവം ഒരിക്കൽ കൂടെ വെളിപ്പെടുകയാണ്. ഞാൻ ചിലരോട് ദൂത് പറയട്ടെ, ദൈവഹിതത്തിൽ നിന്ന് മാറിപ്പോയ ചിലര് ഇനി എന്നെ കേൾക്കുന്നുണ്ട്, ഇനി എന്നെ കേൾക്കാൻ പോകുന്നുണ്ട്, ഇപ്പോൾ കേൾക്കുന്നുണ്ട്. നിങ്ങൾ അറിയേണ്ടത്, നിങ്ങളുടെ മേൽ ഒരു വിളി ഉള്ളിടത്തോളം കാലം അവൻ നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല. അവൻ നിങ്ങളെ വീണ്ടെടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും.
Thank you, Jesus. പിന്മാറിപ്പോയെന്ന് തോന്നുന്ന ചിലർ ഈ ഹോളിൽ എന്നെ കേട്ടോണ്ട് ഇരിക്കുന്നെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, നീ ഇന്നിവിടെ യാദൃശ്യം വന്നതല്ല. ഇറ്റ് ഇസ് എ പ്രീ പ്ലാൻ. അത് ദൈവത്തിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ ആണ്. അവൻ നിന്നെ വീണ്ടും തെരഞ്ഞെടുത്തു. അല്ല, വീണ്ടും നിന്നെ അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അല്ല, അവന് നിന്നെ ഉപേക്ഷിക്കാൻ പദ്ധതിയില്ല. എന്തിനാണോ നിന്നെ അവൻ വേർതിരിച്ചത് അതിലെത്തിക്കാതെ കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ചിലരെ ദൈവം റിസ്റ്റോർ ചെയ്യുന്ന മാസമാകട്ടെ ഈ ഏപ്രിൽ. ചിലരെ റിസ്റ്റോർ ചെയ്യുന്ന മാസമാകട്ടെ. പിന്മാറ്റത്തിൽ പോയത് തിരിച്ചു വരുന്ന മാസമാകട്ടെ. ഇനി ഒരിക്കലും മടങ്ങി വരവില്ല, എൻ്റെ എല്ലാ ആത്മീയ അനുഭവം പോയി എന്ന് പറയുന്നവർ ചിലത് തിരിച്ചു വരുന്ന മാസമാകട്ടെ. കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. എനിക്കിനി മുന്നോട്ട് പറ്റുന്നില്ല എന്ന് പറയുന്നവർ അതിശക്തിയോടെ ദൈവിക ദർശനങ്ങൾ അനുഭവിക്കുന്ന മാസമാകട്ടെ ഇത്. അബ്രഹാമിനോട് ദൈവം പറയുക, ഞാൻ സർവശക്തനായ ദൈവമാണ്. അബ്രഹാമേ, എൽ ഷദായി ദൈവം നിനക്ക് വെളിപ്പെട്ടിരിക്കുക. അബ്രഹാമേ, ഇപ്പത്തെ നിന്റെ മാനസിക സ്ഥിതി എന്തുവാ? പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടില്ല എങ്കിലും ഞാൻ വിശ്വസിക്കുന്നത് അബ്രഹാം ഒരു കൺഫ്യൂഷനിലാണ്. ദൈവം എന്നോട് വാഗ്ദത്തം പറഞ്ഞു, എനിക്ക് ഒരു തലമുറ ഉണ്ടാകും. പക്ഷേ വാഗ്ദത്ത പ്രകാരമുള്ള ഒരു സന്തതി എനിക്ക് ഉണ്ടായിട്ടില്ല. എന്നോട് പറഞ്ഞ വാഗ്ദത്തം ഇതുവരെ യാഥാർത്ഥ്യമായി മാനിഫെസ്റ്റഡ് അല്ല. ഇനി ഉണ്ടാകുമോ? 99 വയസ്സായി. ഹി ഈസ് ഇൻ എ ഡിലീമ, അല്ലെങ്കിൽ അവനൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ പാസ്റ്റർ ക്രിസ് പറഞ്ഞ ഒരു കോട്ട് നിങ്ങളോടൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുക. എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ. അദ്ദേഹം പറഞ്ഞൊരു വാചകം, മാൻസ് നീഡ് ആൾവേസ് ബ്രിങ് ടു ഹിം എ ന്യൂ റെവലേഷൻ ഓഫ് ഗാഡ്. മനുഷ്യന്റെ ആവശ്യം ദൈവത്തെക്കുറിച്ചുള്ള ഒരു പുതിയ വെളിപ്പാടിനെ അവന് കൊണ്ടുവരുവാൻ കാരണമാകും. കുറച്ച് കട്ടിയുള്ള സെന്റൻസ് വിശദീകരിക്കാൻ ഞാൻ ശ്രമിക്കാം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. മനുഷ്യന്റെ ആവശ്യം ദൈവത്തെക്കുറിച്ചുള്ള ഒരു പുതിയ വെളിപ്പാടിലേക്ക് അവനെ നടത്തുവാനിടയാകും. നിങ്ങൾക്ക് മനസ്സിലായില്ലാത്തതുകൊണ്ട് നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് എനിക്കറിയാം. നമ്മുടെ മുമ്പിൽ ഒരു ആവശ്യം വന്നാൽ നമ്മൾ ചെയ്യാറുള്ളത് ദൈവത്തിൻ്റെ ഒരു പുതിയ മാനിഫെസ്റ്റേഷൻ, അല്ല ദൈവത്തിൻ്റെ ഒരു പുതിയ വെളിപ്പാട്, അങ്ങനൊന്നും നമ്മുടെ തലയിൽ ചിന്തയില്ല. നമുക്കൊരു പ്രശ്നം വന്നാൽ നമുക്ക് അറിയാവുന്ന ഏക കാര്യം കരയുക, നിലവിളിക്കുക, ഉപവസിക്കുക എന്ന് മാത്രമാണ്. എന്നാൽ ഓരോ പ്രശ്നത്തിന്റെ നടുവിലും ദൈവത്തിന് നിങ്ങളോട് വ്യത്യസ്തമായി ചിലത് സംസാരിക്കാനുണ്ട്. കുറച്ചും കൂടെ നന്നായി പറഞ്ഞാൽ, ഓരോ പ്രശ്നത്തിന് നടുവിലും അതിനു വേണ്ടിയ ഒരു പുതിയ വെളിപ്പാട് തരാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇസ്രായേലിനോട് ചോദിക്കാം, ഇസ്രായേലെ നിങ്ങളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? അവർ പറയും, ഞങ്ങൾ മാറ എന്ന് പറയുന്ന ഒരു നദിയുടെ മുമ്പിലാണ്. വെള്ളം ധാരാളം ഉണ്ട് കുടിക്കാൻ, പക്ഷെ കുടിക്കാൻ ഒരു മാർഗമില്ല, കയ്പാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾ ഇവിടെ എങ്ങനെയാ എത്തിയത്? അവർ പറയും, ഞങ്ങൾ വലിയ ചെങ്കടലിനെ രണ്ടായി പിളർന്നിട്ടാണ് ഇവിടേക്ക് എത്തിയത്. വലിയ ചെങ്കടൽ പിളർന്നതുപോലെ അത് വെള്ളത്തെ വിഭാഗിക്കുകയായിരുന്നു. അത് ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല, ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു കാര്യമായിരുന്നു. പക്ഷെ ഇവിടെ വെള്ളം കയ്പാണ്, അതെന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ മുമ്പിലെ ആവശ്യത്തിന് മുമ്പിലാണ് അതുവരെ ഇല്ലാത്ത ദൈവത്തിന്റെ പുതിയതൊന്ന് വെളിപ്പെട്ടു വരുന്നത്. അതിനാ പറഞ്ഞ്, നിങ്ങളുടെ മുമ്പിലെ പ്രശ്നം എന്തോ ആകട്ടെ, ഇതുവരെ ആർക്കും ഉണ്ടാകാത്തതാകട്ടെ, അതിനുവേണ്ടി പുതിയതൊന്ന് ചെയ്യാൻ ദൈവം തയ്യാറാണ്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ പുസ്തകം നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കണം. ആവർത്തനമുള്ള അത്ഭുതങ്ങളല്ല ഈ പുസ്തകത്തിലുള്ളതാ. ഈ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ചില അത്ഭുതങ്ങളുണ്ടായ സ്റ്റോറി എഴുതി വെച്ചിരിക്കുകയല്ല. ദൈവം ചിലത് ഇന്നലെ വരെ ചെയ്യാത്തത് ചെയ്തത് എഴുതി വെച്ചിരിക്കുകയാണ്. ഓ എന്ന് പറഞ്ഞാൽ, ഇന്നലെ ഞാൻ മോശയ്ക്ക് ചെയ്തത് അല്ല ഞാൻ നിനക്ക് ചെയ്യുന്നത്, മോശയ്ക്ക് ചെയ്തതല്ല ജോഷുവയെ നിനക്ക് ചെയ്യുന്നത്, ജോഷുവയ്ക്ക് ചെയ്തതല്ല ഞാൻ ഗിദെയോനെ നിനക്ക് ചെയ്യുന്നത്, ഗിദെയോന് ചെയ്തതല്ല. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യോനയ്ക്ക് ചെയ്യുന്നത് ആർക്കും ചെയ്തതല്ലാത്തത് ചിലത് ചെയ്യുവാൻ നീയും ദൈവമുള്ള ബന്ധമാണ് ആവശ്യം, റിലേഷൻ ആണ് ആവശ്യം. Yes, Lord.
കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ പകൽ നിങ്ങൾ വിശ്വസിക്കുന്നോ ഇല്ലയോ? നിങ്ങളുടെ ആവശ്യത്തിന് പുറകെ പാസ്റ്റർമാരുടെ പുറകിലോ പ്രസംഗിക്കുന്നവരുടെ പുറകിൽ ഓടാതെ ആരെങ്കിലും വചനത്തിനോടൊപ്പം ഇരുന്നാൽ നിനക്ക് ഇതുവരെ കിട്ടാത്തൊരു പുതിയ സൊല്യൂഷനെ ദൈവം തയ്യാറാണ്. ഈ പുസ്തകം എന്ന് പറയുന്നത് സൊല്യൂഷന്റെ ഇടമാണ്. ഇതിനോട് കൂടെ ആരെങ്കിലും ഇരുന്നാൽ അവർക്ക് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും. ഓ, കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പരിഹാരത്തിനുള്ള എന്താ പറയാ, ഇക്വേഷൻസ് ആണ് ഈ പുസ്തകം മുഴുവൻ എഴുതി വെച്ചിരിക്കുന്നത്. ആ ഇക്വേഷൻ ആരെങ്കിലും കണ്ടെത്തിയാൽ അവരുടെ പ്രശ്നത്തിന് മേൽ പരിഹാരം വെളിപ്പെടുകയാണ്. കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മുടെ സന്ദീപ് ബ്രദർ PhD എടുത്തു. അമ്മളുടെ പേരെന്തോ? സന്ദീപിന്റെ ജോയലിന് PhD കിട്ടി. എത്ര ആളുകളാ PhD എടുക്കുന്നേ? ഇനിയും ചില കാര്യങ്ങൾ കണ്ടുപിടിക്കാത്തതുണ്ടോ? ഇപ്പോ അടുത്തെടുക്കെന്ന് ചോദിച്ചു. ഇനിയും ചിലത് മനസ്സിലാക്കാം. അയ്യോ, ഞാൻ നമ്മുടെ സന്ദീപന്റെ PhD കിട്ടിയത് ഏതിനാന്ന് ചോദിക്കാം. തവളയാ പഠിച്ചത് അല്ലേ സന്ദീപ്? തവളയ്ക്കകത്ത് ഇനി എന്തോ മനസ്സിലാകാനുള്ളേ? നമുക്ക് ആർക്കും മനസ്സിലാകാത്തൊരു കാര്യം സന്ദീപിന് മനസ്സിലായതോടാണ് PhD അദ്ദേഹത്തിന് ലഭിച്ചത്. ഇനി തവളയിൽ എന്തോ കണ്ടെത്താനാ? നിങ്ങളുടെ പ്രശ്നത്തിന്റെ മുമ്പിൽ നിന്നിരുന്നിട്ട് ഇനി എന്താ ഉണ്ടാവാനാന്ന് ചോദിക്കുന്ന ഒരാൾക്ക് പുതിയതൊന്നും കണ്ടുപിടിക്കാനായി കഴിയത്തില്ല. എന്നാൽ ഈ പ്രശ്നത്തിന്റെ നടുവിൽ ദൈവം എനിക്ക് വെളിപ്പെട്ട് വരും എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരു പുതിയ കാര്യം നിനക്ക് വേണ്ടി അവൻ ചെയ്തു തരും. കൂടെ ഉണ്ടെങ്കിൽ കൈയടിക്കും. ഒരു ആമേൻ പറ. ശബ്ദമേർന്നൊരു ഹല്ലേലൂയ പറ. എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ന്യൂ റെവലേഷൻസ്. എല്ലാവർക്കും വേണ്ടി ചിലത് പുതിയത് ദൈവം ചെയ്തു എങ്കിൽ ദൈവം നിനക്കും വേണ്ടി പുതിയത് ഈ പകൽ ചെയ്യും. 17-ാം അധ്യായം വരെ ദൈവം പലർക്കും പ്രത്യക്ഷനായി, പക്ഷെ ആർക്കും സർവശക്തനായി എൽ ശദായായി വെളിപ്പെട്ടില്ല. എന്നാൽ അബ്രഹാമിന് ദൈവം പറയുക, ഈ പ്രശ്നത്തിന് നടുവിൽ ഞാൻ നിനക്ക് ഇങ്ങനെയാണ് വെളിപ്പെടാൻ പോകുന്നത്. നിന്റെ പ്രശ്നത്തിന്റെ നടുവിൽ എങ്ങനെയാ ദൈവം വെളിപ്പെടുന്നതെന്ന് നീ അവനോട് കൂടെ സമയം ചെലവഴിക്കുമ്പോഴേ നിനക്ക് മനസ്സിലാകത്തുള്ളൂ. ആരെങ്കിലും അവനോട് കൂടെ സമയം ചെലവഴിക്കാൻ ഈ പകൽ തീരുമാനം എടുത്താൽ ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്ത വിധത്തിൽ, മറ്റാർക്കും പ്രവേശിച്ചിട്ടില്ലാത്ത സ്ഥലത്ത്, മറ്റാർക്കും അനുഭവിക്കാത്ത ഇടത്തിൽ നിനക്ക് വേണ്ടി വെളിപ്പെടുത്താൻ ജോൺ ദാരുവേ എന്റെ ദൈവം റെഡിയാണ്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒന്നുറക്കെ പറ. സൊല്യൂഷൻസ്, പരിഹാരങ്ങൾ. നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നം വരുമ്പോ ആ പ്രശ്നത്തെ നോക്കിയിട്ട് ദൈവമേ ഈ പ്രശ്നത്തെ നീക്കണേ, കർത്താവേ എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കണേ, യേശുവിന്റെ നാമത്തിൽ പോ. ഇതൊക്കെ നമുക്ക് പറയാൻ അറിയാവൂ. അല്ലെങ്കിൽ ആ പ്രശ്നം തീരുന്നവരെ 3 ദിവസം പട്ടിണിക്കിരിക്കാനേ അറിയാവൂ. ആ പ്രശ്നത്തിന് നടുവിൽ കർത്താവേ ഞാൻ ഈ പ്രശ്നത്തിന് നടുവിൽ എന്താ ചെയ്യേണ്ടത്? ഈ പ്രശ്നം വരാനുള്ള കാരണം എന്താ? ഇത് എങ്ങനെയാണ് ഞാൻ നീക്കേണ്ടത് എന്ന് നമ്മൾ ചോദിക്കാറില്ല. നിങ്ങളെന്തൊന്നും മിണ്ടാത്ത? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു കർത്തൃമേശ ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്, ആരോ പ്രസംഗകർ പ്രസംഗിക്കുന്നത് കണ്ട് ശുശ്രൂഷിച്ചു. അവരെല്ലാവരും കയ്യിലെടുത്തിട്ട് അപ്പം എടുത്ത സ്തോത്രം ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ദൈവം ഏത് വാഴ്ത്തി തരണേ. ഞാനും അങ്ങനെ ചെയ്തു. പുസ്തകത്തിൽ അങ്ങനെ ഉണ്ടോന്ന് ആരും നോക്കിയില്ല. നമ്മൾ ആരെയൊക്കെയോ ഫോളോ ചെയ്യുകയാണ്. ഇനി ഞാൻ കൂടി വരാൻ നേരത്ത് ഒരു പ്രസംഗം കേട്ടു. ആ പ്രസംഗകൻ പറയുന്നു പിശാചിനെ നമ്മൾ ജയിക്കണം. അറിയപ്പെടുന്ന വെൽ നോൺ പ്രീച്ചറാണ്. അപ്പം എനിക്ക് സങ്കടം തോന്നി. അവിടെയുള്ള സകല ജനവും പിശാചിനെ ജയിക്കാൻ ശ്രമിക്കുകയാണ്. ലാക്ക് ഓഫ് റെവലേഷൻ. പിശാചിനെ ആൾറെഡി ദൈവം ജയിച്ചു കഴിഞ്ഞു. ആ ജയിച്ചത് വിശ്വസിക്കലാണ് എൻ്റെ പരിപാടി. ഞാനിനി അതിനെ ജയിക്കണ്ട. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാമോ?
lack of revelation. അറിവില്ലായ്മയാ. ആ അറിവില്ലായ്മയുടെ കാരണം ഈ പുസ്തകത്തിലെ വാക്കുകൾ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തെന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പുസ്തകം നെഗ്ലക്റ്റ് ചെയ്യുമ്പോൾ, വചനം ഞാൻ അതിനെ കാര്യമാകാതെ കാണുമ്പോൾ ഞാൻ സൊല്യൂഷനെയാണ് തള്ളിക്കളയുന്നത്. ഈ പുസ്തകം എന്ന് പറയുന്നത് സൊല്യൂഷന്റെ ഇടമാണ്. ഞാൻ സ്റ്റേറ്റ്മെന്റ് പറയുക, വേർഡിനെ ആരെങ്കിലും തള്ളിക്കളഞ്ഞാൽ നിങ്ങൾ തള്ളിക്കളയുന്നത് പരിഹാരത്തെയാണ് തള്ളിക്കളയുന്നത്. ആരെങ്കിലും വേർഡിനെ സ്വീകരിച്ചാൽ അവർ സ്വീകരിക്കുന്നത് പ്രശ്ന പരിഹാരത്തിനുള്ള ഇക്വേഷനെയാണ്. കൂടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാനൊരു അടുത്തൊരു വാചകം പറയുക, അബ്രഹാമേ നീ എവിടാ? അവൻ പറയും, ഞാൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലിരിക്കുന്ന ആരെങ്കിലും ഈ ഹോളിൽ ഇരിക്കുന്നോ, ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നോ എങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത്, അവർക്ക് മാത്രമേ എൽ ഷദായി, ഇതുവരെ ആർക്കും വെളിപ്പെട്ടിട്ടില്ലാത്തവനായി ദൈവം വെളിപ്പെടുകയുള്ളൂ. ദൈവത്തിന്റെ വ്യത്യസ്തമായ മുഖം നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണമെന്ന് ആഗ്രഹമുണ്ടോ? ബി ഇൻ ഹിസ് പ്രസൻസ്. അവന്റെ സാന്നിധ്യത്തിൽ ഇരിക്കെ ഇതുവരെ ആർക്കും വെളിപ്പെടാത്ത എൽ ഷദായ് അവൻ നിനക്ക് വെളിപ്പെട്ട് വരും. കൂടെ ഉണ്ടെങ്കിൽ കൈയടിക്കുക, ഒരു ആമേൻ പറ, ശബ്ദമുയർത്തി പറ. ഹല്ലേലൂയ. പ്രസൻസ് അവൻ്റെ ആൾമൈറ്റിയെ പുറത്തു കൊണ്ടുവരും. നീ ദൈവ സാന്നിധ്യത്തിലാണോ ഇരിക്കുന്നത്? ദൈവത്തിൻ്റെ സർവശക്തിയും നിങ്ങൾ കാണാനിടയാകും. സർവശക്തിയായ ദൈവത്തെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണോ? ബി ഇൻ ഹിസ് പ്രസൻസ്. ഓ, കൈയടിച്ചൊരു ഹല്ലേലൂയ പറ. നിങ്ങൾ പറഞ്ഞില്ലേ, കൈയടിച്ച് പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു തണുപ്പ് തോന്നി, കൈയടിച്ച് പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ചൂട് തോന്നി, കൈയടിച്ച് പാടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കുളിര് തോന്നി, ആരോ അടുക്ക് നിൽക്കുന്ന പോലെ തോന്നി. ലിസൺ, ബി കെയർഫുൾ. നീ അതിനെ അനുഭവിക്കാൻ തുടങ്ങിയാൽ എൻജോയ് ഇറ്റ് ആൻഡ് ബി വിത്ത് ഇറ്റ്. അല്പസമയത്തിനകത്ത് ഒരുവൻ അതിശക്തിയോടെ നിന്നിൽ മാനിഫെസ്റ്റഡ് ആകും. നിന്റെ വീട്ടിൽ ചിലത് സംഭവിക്കാൻ ഇടയാകും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. ഇത് നിന്റെ സീസണാണ്. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ഹല്ലേലൂയ പറ. Rukabana silato roko robo risabo risinaha doloko. എന്തുകൊണ്ടാണ് നീ ദൈവത്തിൻ്റെ സർവശക്തനായ ദൈവം അല്ലെങ്കിൽ സർവശക്തിയുമുള്ള അനുഭവത്തെ എക്സ്പീരിയൻസ് ചെയ്യാഞ്ഞത് എന്ന് നിങ്ങൾ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിനൊരു മറുപടി പറയും, യു ലൂസിങ് ഹിസ് പ്രസൻസ്. അവൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങളായിരിക്കാത്തതാണ് അവൻ്റെ സർവശക്തിയുടെ വലിപ്പത്തെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. സമയം പോയെന്നറിയാം, എങ്കിലും ഒരു പ്രധാന ചിന്ത കൂടെ. അബ്രഹാം ദൈവ സാന്നിധ്യത്തിലാണ്. ദൈവം അവനോട് സർവശക്തനായി വെളിപ്പെട്ടിരിക്കുകയാണ്. എൽ ഷദായ്. എല്ലാവരും പറഞ്ഞേ, അബ്രഹാം ദൈവ സാന്നിധ്യത്തിലാണ്. അവന്റെ മുമ്പിൽ ദൈവം എങ്ങനെ വെളിപ്പെട്ടിരിക്കുന്നത്? സർവശക്തനായിട്ട്. എല്ലാവരും പറഞ്ഞേ, സർവശക്തനായിട്ട്. സർവശക്തനായി ദൈവം വെളിപ്പെട്ടതിന്റെ കാരണം ദൈവത്തോട് ചോദിക്കാം, അബ്രഹാമിനോട് ചോദിക്കാം. അവൻ പറയും, എന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളിൽ ഒന്നായിരുന്നു എനിക്കൊരു തലമുറ ഉണ്ടാകും. ആ പ്രശ്ന പരിഹാരത്തിന് ദൈവം മാനിഫെസ്റ്റഡ് ആയിരിക്കുന്നത്, ദൈവം വെളിപ്പെട്ടിരിക്കുന്നത്. It's a beautiful scriptures. സർവശക്തനായി നീ വെളിപ്പെട്ടിട്ട് എന്താ അബ്രഹാമിനോട് നീ ചെയ്യുന്നത്? ദൈവമേ, അടുത്ത ആഴ്ച മുതൽ ഈ ദിവസം നിന്റെ ഭാര്യ ഗർഭിണിയായിരിക്കും എന്ന് വല്ലതും പറയുവാണോ? വേദപുസ്തകം എഴുതിയിരിക്കുക, ദൈവം അബ്രഹാമിൻ്റെ അടുക്ക് വന്നിട്ട് പറയുക, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്, പക്ഷേ ഒരു കാര്യം, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. നിന്റെ പേര് ഇതുവരെ അബ്രഹാം എന്നല്ലേ, അതുകൊണ്ട് ഇനി മുതൽ പേര് മാറ്റി വിളിക്കണം, അബ്രഹാം എന്നാക്കണം. എന്തിനാ? നീ ബഹുജാതികളുടെ പിതാവാണ്, നീ അങ്ങനെ വിളിച്ചു തുടങ്ങിയാൽ മതി. നീ ഇന്നു മുതൽ അങ്ങനെയാണ് നിന്നെ കർത്താവ് ഒരു കൊച്ചിനെ കൊടുക്കുന്നതും ഇതും കൂടെ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ. ഒരു കൊച്ചിനെ കൊടുക്കാൻ നീ സർവശക്തനായ ഇത്ര നേരം പോരെ?
അബ്രഹാമേ, ഇന്നു മുതൽ ഈ രാത്രി നിനക്ക് അല്ലെങ്കിൽ ഈ സെക്കൻഡിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഒരു കൊച്ചുണ്ടാവും എന്ന് പറഞ്ഞാൽ പോരെ? മറിയോട് നീ അങ്ങനെയല്ലേ ചെയ്തേ? സർവശക്തന്റെ ആത്മാവ് നിന്റെ മേൽ നിഴലിടും, നിനക്ക് ഒരു കുഞ്ഞ് ലഭിക്കും, അതിന്റെ പേര് യേശു. ഒരു സെക്കൻഡ്, ആ സെക്കൻഡുകൾക്കുള്ളിൽ കുഞ്ഞായില്ലേ? എന്തിനാ ഇത്രയും കോംപ്ലിക്കേഷൻ? ഇന്നു മുതൽ നീ ഒരു കാര്യം ചെയ്യണം. സർവശക്തനല്ലേ നീ? സർവശക്തനായിട്ടല്ലേ നീ വെളിപ്പെട്ടിരിക്കുന്നേ? എന്നിട്ട് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? സർവശക്തനായിട്ടാണ് നീ വെളിപ്പെട്ടിട്ടുള്ളതെങ്കിലും നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നേ? നീ ഇനി മുതൽ എന്ത് ചെയ്യണം? അബ്രഹാം എന്ന് വിളിക്കരുത്, അബ്രഹാം എന്ന് വിളിക്കണം. സ്വർഗം പറയുന്ന മറുപടി ആയിരിക്കും, ജോണ എനിക്ക് ഒരു സെക്കൻഡുകൾക്കുള്ളിൽ അവനൊരു കുഞ്ഞിനെ കൊടുക്കാൻ കഴിയും, പക്ഷേ അവൻ്റെ മനസ്സോ അവൻ്റെ ചിന്താഗതിയോ അവൻ്റെ 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 ഡ്രീംസോ എനിക്ക് മാറ്റാൻ പറ്റത്തില്ല. അതിന് എനിക്ക് അവൻ്റെ സഹായം വേണം. അങ്ങനെ അവൻ്റെ മനസ്സ് മാറാതെ, അവൻ്റെ ചിന്ത മാറാതെ, അവൻ്റെ ഡ്രീംസ് മാറാതിരുന്നാൽ എൻ്റെ സ്വപ്നം അവൻ ബഹുജാതികളുടെ പിതാവാകണമെന്നാണ്. അത് യാഥാർത്ഥ്യമല്ലാതായി പോകും. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാവോ? ശബ്ദകീർത്തനം ഹല്ലേലൂയ. അപ്പൊ ദൈവം നീ എന്താ പറയുന്നത്? ഓടക്കോടിലൊരെണ്ണം വലുത് തന്നെ, അല്ലേ? ഇതും എടുത്തോണ്ടോ, സ്റ്റാൻഡിങ് എടുത്തോണ്ടോ. ഇതാണ് അബ്രഹാമിൻ്റെ സ്റ്റേജ് ഇപ്പോൾ. എന്തുകൊണ്ട് പിള്ളേരെ വിശേഷം? 99 അവിടെ എഴുതിയിരിക്കുന്ന വയസ്സായെന്നാണ്. ഞാൻ പറഞ്ഞതല്ല, പുള്ളി എഴുതിയിരിക്കുവോ. ഇപ്പം അബ്രഹാം എങ്ങനെ പോകുന്നേ? മക്കളെ ആ പരിവായിട്ടുണ്ട് പുള്ളി. ആ സമയത്ത് ദൈവം വന്നിട്ട് പറയുന്നേ, നിനക്ക് പിള്ളേരുണ്ടാവില്ലെന്ന് മനസ്സിലായില്ലേ? നിന്റെ ഉദരത്തിൽ നിനക്ക് കൊച്ചുണ്ടാവത്തില്ലല്ലോ, നിന്റെ സാറയുടെ ഉദരത്തിലും കൊച്ചുണ്ടാവത്തില്ലല്ലോ, ഉണ്ടാവത്തില്ല. നിനക്ക് വയസ്സായെന്നും നിനക്ക് കുഞ്ഞുണ്ടാകാനുള്ള ആരോഗ്യം പോയെന്ന് പിടിയിടിയില്ലേ? ഞാൻ നിന്നൊരു പ്രിൻസിപ്പിൾ പഠിപ്പിക്കാം. എന്തില്ലാത്തതിൽ നിന്ന് ഉളവാക്കാൻ കഴിയുന്ന ഒരു പ്രിൻസിപ്പിൾ പഠിപ്പിക്കാം. എൻ്റെ നേച്ചർ നിനക്ക് തരാം. നീ എന്ത് ചെയ്യണം? ഇന്ന് മുതൽ നിന്റെ പേര് അബ്രഹാം എന്നാക്കണം. സോളി ഇവിടെ വന്ന് നിന്നേ. കുറച്ച് നേരത്തിന് സാറായണേ. മൈക്ക് കൊടുക്കട്ടെ അവൾക്ക്, ഒരാൾക്ക് ഓടിക്കൊടുക്കുക, സമയം പോകുന്നു. ഞാനിങ്ങനെ പോവുക. അബ്രഹാം എന്നാണ് വിളിച്ചോണ്ടിരുന്ന. മാർക്കറ്റിലാണ് മീൻ മേടിക്കാൻ ഇറങ്ങിയതാ. ഭാര്യ എന്നെ വിളിക്കുക, അബ്രഹാമേ എന്ന് വിളിക്കണേ. എന്തോന്ന് വിളിയടി, ഒരു പഞ്ചാര വിളിക്കേ. മൂപ്പിലാന് ഈ ഇടയായിട്ടൊരു ആഗ്രഹം, ബഹുജാതികളുടെ പിള്ളാതാവണമെന്ന്. നാട്ടുകാർ മുഴുവൻ അയ്യോ ഈ വയസ്സങ്കലത്ത് വന്ന് പൂതിയെ ഈ പബ്ലിക്കിലാണ് വിളിക്കുന്നേ. നിന്നോട് പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ പബ്ലിക്കിൽ പറയുമ്പോൾ ആളുകൾ നിന്നെ കൂയിന്ന് വരാം, പക്ഷെ പറഞ്ഞത് സ്വർഗമാണെങ്കിൽ അത് യാഥാർത്ഥ്യമാകും. 100 ഏക്കർ സ്ഥലവോ കേരളത്തിൽ അതിന്റെ ആവശ്യമുണ്ടോ? ഇടയവേ, നിന്നെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. എന്നോട് അവൻ പറഞ്ഞത് എന്താണോ അത് വിശ്വസിക്കാൻ ഞാൻ തയ്യാറാണ്. പരിഹാസി എന്നും പരിഹാസിയാണ്, അവിശ്വാസി എന്ന അവിശ്വാസിയാണ്. നിന്നെ കളിയാക്കുന്നതിന് എന്നും കളിയാക്കിക്കൊണ്ടേയിരിക്കും. നിന്നെ വിശ്വസിക്കാൻ കഴിയാത്തവർ പലതും പറഞ്ഞെന്ന് വരാം, പക്ഷെ നീ വിശ്വസിക്കുന്നത് സർവശക്തനായ എൽ ശദായായ ഒരുവനെയാണ്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചു ഹല്ലേലൂയ പറ. ദൈവം അബ്രഹാമിനെ നോക്കിയപ്പോൾ അവൻ ഒരു പരാജിതനാണ്. ഒരു പരാജിതനെ കൊണ്ട് ഒരു കൂട്ടം രാജാക്കന്മാരെയോ ഒരു ജനറേഷനെ ഉളവാക്കാൻ കഴിയത്തില്ല. അവന്റെ ശരീരത്തിൽ മാത്രമല്ല പരാജയം, ഇപ്പോൾ അവന്റെ മനസ്സിലും കൂടെയാണ്. അവന്റെ മനസ്സിൽ നിന്ന് പരാജയ ബോധം പൊളിയണം. അവന്റെ ആകം മുഴുവനും ഞാൻ പറയുന്ന, ഞാൻ വിശ്വസിക്കുന്ന ആ ജയത്തിന്റെ മനോഭാവത്തിലേക്ക് വരണം. അവന്റെ മനസ്സിനകത്ത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളെ പോലെ കുഞ്ഞുങ്ങളാകുന്ന നിരവാരത്തിലുള്ള ചിന്തയിലേക്ക് എനിക്ക് അപ്ഡേറ്റഡ് ആകണം.
അബ്രഹാമേ, ബഹുജാതികളുടെ പിതാവേ, ബഹുജാതികളുടെ പിതാവേ, ബഹുജാതികളുടെ പിതാവേ, ബഹുജാതികളുടെ പിതാവേ. മനസ്സും ചിന്തയും വിചാരവും വികാരവും, ഞാൻ പറയുന്ന എല്ലാ വാക്കുകൾക്കും പ്രാധാന്യമുണ്ട്. മനസ്സും ചിന്തയും വിചാരവും വികാരവും എല്ലാം ഓൺ ഫോക്കസിലാണ്. എനിക്ക് ജാതികൾ ഉണ്ടാകും, ജാതികൾ ഉണ്ടാകും, ജാതികൾ ഉണ്ടാകും. ആ ഫോക്കസിലേക്ക് എത്തിക്കാനാ സ്വർഗ്ഗം അത് ചെയ്തത്. നിന്നെ ചില ഫോക്കസിലേക്ക് എത്തിക്കേണ്ടതിന് ചിലടത്ത് ദൈവം ആക്കുമ്പോ നീ അറിയേണ്ടത് നീ തോൽവിയാലല്ല പോകാൻ പോകുന്നേ, നീ ചിലതിലേക്ക് കയറാൻ വേണ്ടിയാ ചില ഫോക്കസിൽ എത്തിച്ചിട്ടുള്ളതാ. കൊടുണെങ്കിൽ കൈയടിച്ചു രഹാമീൻ പറ. ചില ഫോക്കസുകൾ ദൈവം നിനക്ക് തരേണ്ടതിന്. അബ്രഹാമേ, നേരത്തെ നിനക്ക് കൊച്ചുണ്ടായാൽ അവൻ പറയും ഒരു കൊച്ചുണ്ടായാൽ അത്രേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ കൊച്ചുണ്ടായാൽ ഇത് സ്വർഗീയ പദ്ധതിയാണ്. രാജാക്കന്മാരെ ഉത്ഭവിക്കേണ്ടതിന് എന്നിൽ ഉളവാക്കിയ ദൈവിക പദ്ധതിയാണ്. തലയിൽ മുഴുവൻ ഉണ്ടാകുന്നത് ഒരു ശിശുവല്ല, ക്രിസ്തുവാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടെ ഉണ്ടെങ്കിൽ കൈയടിക്ക്, ആമേൻ പറ. ഉണ്ടാകുന്നത് രാജാക്കന്മാരുടെ രാജാവാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, പൗലോസ് പറഞ്ഞതാണ്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞാൽ അവന്റെ തലയിൽ മുഴുവൻ വർക്ക് ചെയ്യുന്നത് ഇന്നലത്തെ പോലെയല്ല. അവൻ പറയോ ബഹുജാതികളുടെ പിതാവാണ് ഞാൻ, ബഹുജാതികളുടെ പിതാവാണ് ഞാൻ, ബഹുജാതികളുടെ പിതാവാണ് എന്ന് പറഞ്ഞ വിക്റ്റിമായിരുന്ന ഒരുവനെ ഒരു വിക്ടറാക്കി എടുക്കുക ദൈവം. ഒന്നുമില്ല എന്ന് പറഞ്ഞ ഒരുവനാക്കി അവനിൽ നിന്ന് അതിനുശേഷം ഉണ്ടായാലേ അങ്ങനൊരു പ്രജ ഉണ്ടാകത്തുള്ളെന്ന് സ്വർഗത്തിന് അറിയാമായിരുന്നു. അബ്രഹാമേ, നിന്നിൽ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്തതാ ദൈവം എന്നറിയാവോ? നിന്നെ എത്രത്തോളം ട്രസ്റ്റ് ചെയ്തതാണെന്നറിയോ ദൈവം? നിന്നിൽ നിന്ന് അതിൽ കുറഞ്ഞൊരു സാധനം പ്രൊഡ്യൂസ്ഡ് ആകാൻ ദൈവത്തിന് സമ്മതമില്ല. നിങ്ങൾക്ക് ഈ വാക്കിൻ്റെ അർത്ഥം അറിയുമോ എന്ന് എനിക്കറിയത്തില്ല. ജോൺ ദാരിവേ, നിന്നിൽ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്തതാണെന്നറിയോ ഞാൻ? സ്വർഗത്തിന് എന്നോട് പറയാനുള്ളതാ, നിന്നിൽ നിന്ന് ഉളവാകുന്നതും അങ്ങനെയാകണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടോ? ചിലരെ ഇതിനകത്ത് ദൈവം ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ചിലരുടെ അകത്ത് ദൈവം ചിലത് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? അത് കുറഞ്ഞതൊന്നും അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല ദൈവം. കൂടെ ഉണ്ടെങ്കിൽ തുള്ളിച്ചാടി ആമേൻ പറ. നിങ്ങൾക്ക് എന്നെ മനസ്സിലാകുന്നു? സർവശക്തനായ ദൈവത്തിനെ ഇതാ പിടിച്ചോ കൊച്ചിനെ എന്ന് പറയാൻ പോരായിരുന്നോ? ഞാൻ പറഞ്ഞ പറ്റത്തില്ലടാ. അവൻ്റെ ചിന്തയിലെ, അവൻ്റെ രക്തത്തിലെ, അവൻ്റെ വികാരത്തിലെ, വിചാരത്തിലെ മുഴുവൻ ഓടണം ഈ സ്വപ്നം. നിങ്ങളുടെ വിചാരത്തിലെ, നിങ്ങളുടെ വികാരത്തിലെ, നിന്റെ ചിന്തയിലെ, സ്വപ്നത്തിലെ മുഴുവൻ ഓടണം സ്വപ്നങ്ങൾ. ദൈവത്തിന്റെ വാഗ്ദത്തം ഓടണം, ദൈവത്തിന്റെ ആലോചന ഓടണം. ആരെങ്കിലും ഉണ്ടോ എന്നെ കേൾക്കാൻ? ഒന്നും കൂടെ പറയാം. നിങ്ങളുടെ തലയിലെ, നിന്റെ വിചാരത്തിലെ, നിന്റെ വികാരത്തിലെ, നിന്റെ ഇമോഷനിലെ എല്ലായിടത്തും അവന്റെ സ്വപ്നം ഓടണമെന്ന്. നിന്റെ ലൈംഗികതയിലെ, നിന്റെ ലൗകിക സ്വപ്നങ്ങളിലെ എല്ലാം ഓടേണ്ടത് സ്വർഗീയ സ്വപ്നമാണെങ്കിൽ നീ പാപത്തിലേക്ക് വശപ്പെട്ടു പോകത്തില്ല. നീ പറയും ഐ ഹാവ് എ ഡ്രീം, എനിക്കൊരു സ്വപ്നമുണ്ട്. അബ്രഹാമേ, നീ ഹാഗാറിലേക്ക്, ഫ്ലഷിലേക്ക് മൂവ് ചെയ്തത് എന്താ? അവൻ പറയും എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു, ഒരു തലമുറ വേണമെന്നേ ഉള്ളായിരുന്നു. എന്നാൽ ഇപ്പോൾ ഉള്ള സ്വപ്നം ഒരു തലമുറ വേണമെന്നല്ല, വാഗ്ദത്ത സന്തതി ഉണ്ടാകണമെന്ന. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാവോ? ദൈവിക സ്വപ്നങ്ങൾ പുറപ്പെടുവിക്കുന്നതൊന്ന് എന്നിൽ നിന്ന് പുറപ്പെടണമെന്ന് ആണ് എന്റെ സ്വപ്നം. ഇപ്പോ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാവോ? അബ്രഹാം നിന്നെ ഭരിക്കുന്നത് എന്താ? അവൻ പറയും എന്നെ ഭരിക്കുന്നത് സ്വപ്നമാണ്. എന്താ ഭരിക്കുന്നത്? ഞാൻ ബഹുജാതികളുടെ പിതാവാണ്. എന്താ ഭരിക്കുന്നത്? ബഹുജാതികളുടെ പിതാവാണ്. എൻ്റെ ഹൃദയത്തിൽ ഭരിക്കുന്ന ബഹുജാതികളുടെ പിതാവാണ്. സകലതും കൺട്രോൾ ചെയ്യുന്നത്, എൻ്റെ മനസ്സ് മുഴുവൻ നിയന്ത്രിക്കുന്നത് ആ വിഷനാണ്. സ്വർഗം പറയും now is a time. ഇനി ഉണ്ടായാൽ അതുണ്ടാകുന്നത് അവിടെ നിന്നാണ്.
നിന്റെ വികാരത്തിന്റെ ഏതെങ്കിലും പ്രകടനമല്ല കൊച്ചെ, നിന്റെ സ്വപ്നത്തിന്റെ പ്രകടനമോ കൊച്ചെ. ഞാൻ എൻ്റെ പിള്ളേർക്ക് 5 പേര് കണ്ടുപിടിച്ച് വെച്ചിരുന്നു. അറിയാം, 5 പിള്ളേരായിരുന്നു ആഗ്രഹം. ആദ്യത്തിന്റെ പേര് ജോഹാന്ന്. 3 പേരുടെയും കൂടെ പേരറിയാം എനിക്ക്. 5 പേരായിരുന്നു ആഗ്രഹം. അപ്പോഴാണ് 2 മതി എന്ന് പറഞ്ഞ് നിർത്തിയേ. പെണ്ണാണെങ്കിൽ ജോയിനാന്ന് ഇടത്തുള്ളായിരുന്നു. എൻ്റെ കാരണം എന്നാ സിമ്പിളാണ്. ലൂക്കോസ് 8 പറയുക, ആ പെങ്കുച്ചൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര എരിവാ പുള്ളിക്കാരിക്ക്. അതുപോലെ ഒരെണ്ണം മതി എന്നൊരു ചിന്തയുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുമ്പോഴും എനിക്കൊരു കുഞ്ഞുണ്ടാകണമെന്ന് ആഗ്രഹിക്കുമ്പോഴും എൻ്റെ ഉള്ളിലെ സ്വപ്നം ഇങ്ങനെ ഒന്നുണ്ടാകണം, ഇങ്ങനെ ഒരെണ്ണം വരണം. അത് ഞങ്ങൾ തമ്മിലുള്ള വികാരം മാത്രമല്ല, അതിനപ്പുറത്ത് സ്വർഗീയ സ്വപ്നം കൂടെ അതിൽ നിന്ന് പുറത്തു വരണം. നിങ്ങളുടെ തലയിൽ വരുന്നോ? കുഞ്ഞുങ്ങളില്ലാത്തവർ, കുഞ്ഞുങ്ങളെ സ്വപ്നം കാണുന്നവർ, അതൊരു ലൈംഗികതയുടെ ഭാഗം മാത്രമാകരുത്, ഒരു ജനറേഷൻ മാത്രമാകരുത്. പകരം ദൈവത്തിന്റെ സ്വപ്നം നിന്നിൽ നിന്ന് പ്രസവിക്കണം. ഒന്ന് കൈയടിക്ക്, ഒരു ആമേൻ പറ. ഐ ബിലീവ് എന്റെ മോൾ അങ്ങനെയാ ഉണ്ടായേ. ഐ ബിലീവ് എന്റെ മോൻ അങ്ങനെയാ ഉണ്ടായേ. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇനി ചിലർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അങ്ങനെ ഉണ്ടാകട്ടെ. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. തലമുറകൾ ദൈവം തരുന്നതാണ്. ആദാമേ, നീ എങ്ങനെയാ കുഞ്ഞുങ്ങളെ ഉളവാക്കിയത്? ആദാം പറയും, എന്നെ പോലെ തന്നെ ഇരിക്കുന്ന ഒരാളെയാ ഞാൻ ഉളവാക്കിയത്. ഒരു ആമേൻ പറ. കൈൻഡ് ഒരു ഹല്ലേലൂയ പറയണേ. നിങ്ങളുടെ തലയിൽ എന്താ ഭരിക്കുന്നത്? നിങ്ങളെ എന്താ കൺട്രോൾ ചെയ്യുന്നത്? ഞാൻ നിങ്ങളോട് പറയാറില്ലേ, ഈ ഷോർട്സ് കാണാൻ സമയം ചെലവഴിക്കരുതെന്ന്. അത് കൺട്രോൾ ചെയ്യും. എന്താണ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്? അതാണ് നിങ്ങളുടെ ബ്ലഡിൽ ഓടുന്നത്. നിങ്ങളുടെ ബ്ലഡിൽ ഓടുന്നതിൽ നിന്നാണ് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകുന്നത്. നിങ്ങളുടെ ചിന്തയെ നിയന്ത്രിക്കുന്നത് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകുന്നത്. നിന്നെ ഭരിക്കുന്നത് സ്വർഗീയ സ്വപ്നമാകാൻ തുടങ്ങിയ നിന്നിൽ പുറപ്പെടുന്നതും അങ്ങനെയാകാൻ തുടങ്ങും. ഇന്ന് പകൽ ചിലർക്ക് അത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അയ്യോ ബ്രദറെ, എന്താ കൊച്ചെന്തുവാ? രണ്ടാമതും പെണ്ണ. എടാ, നീ ഏതോ മാംസ കഷ്ണത്തെ ഉണ്ടാക്കിയിരിക്കുന്നേ, സ്വപ്നത്തെ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നേ. ഇത്രയൊക്കെ പറയാനൊക്കത്തുള്ളൂ. നീ ആ പെങ്കൊച്ചിനെ വന്നപ്പോ എന്തൊക്കെ വേറെ കാണുക ചെയ്യുന്നേ? എടാ, ആണായാലും പെണ്ണായാലും ഉണ്ടായത് സ്വർഗത്തിന്റെ സ്വപ്നമാടാ. അതിന് ലിംഗവ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. നിന്നോട് ദൈവം പറഞ്ഞ സ്വപ്നങ്ങൾ നിയന്ത്രിക്കാൻ, വെളിപ്പെടുത്തുവാൻ നിന്നിൽ മനസ്സിലാകുന്നോ? ഒരു ആമേൻ പറ. ഇനി എനിക്കൊരു ആൺകൊച്ചും കൂടെ കിട്ടിയ കൊള്ളാം എൻ്റെ തലമുല നിർത്താൻ. പിന്നെ ആൺകൊച്ചുങ്ങളൊക്കെ ഉണ്ടായിട്ട് തലമുറ നിയന്ത്രിച്ച് വെച്ചേക്കുവോ? അടുത്തതും കൂടെ ഉണ്ടാകാൻ. കല്ലിവല്ലി, നിന്റെ കൊച്ചു എവിടെ പോയി കിടക്കുന്നെന്ന് ദൈവത്തിന് മാത്രം അറിയാം. അമേരിക്ക പോയി ഏതെങ്കിലും സാഹിബിന്റെ കൂടെയാണ് എങ്കിൽ നീ എന്നാ ചെയ്യും? നിങ്ങൾ നോക്കിക്കോണം, ഒരു 15 വർഷം 20 വർഷം കഴിയുമ്പോൾ ഇതിലിരിക്കുന്ന പകുതി മദാമയായിരിക്കും. കാരണം പകുതി അവിടെ കിടക്കുവോ. അതൊന്നും തിരിച്ചു വരും. ഇവിടുത്തെ ഇന്ത്യൻ പിള്ളേർ പോയാ ഞാൻ 100% പറയാം, അവിടുത്തെ നല്ലൊരു മദാമയെ അവർ കെട്ടിയിരിക്കും. നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരിക്കും, ഉണ്ടായിരിക്കാം. കാരണം മദാമ്മമാർക്ക് ഇതുപോലെ നല്ല സ്വഭാവമുള്ള പിള്ളേരെ കിട്ടച്ചിരി പാടാ. അപ്പോഴേ നമ്മുടെ ആമ്പിള്ളേരെ കൊണ്ടുപോയില്ലേ അവര്? നിങ്ങളുടെ സൂത്രം പോയോ? തിരിച്ചു അങ്ങനെയാ. പെൺപിള്ളേർ ചെന്നാലും അങ്ങനെയാ. ഇതുപോലൊരു വർഗത്തെ ഈ കുറച്ച് നന്നായി ജീവിക്കുന്ന പിള്ളേരെ കിട്ടാൻ അവിടെയും പാടാ. അവർ നോക്കും, മുടി കറുത്തത് വ്യത്യാസമായിരുന്നാലും പോരട്ടെ കൂടെ എന്ന് പറഞ്ഞു കളയും. Are you listening? സ്വപ്നങ്ങൾ ഭരിക്കട്ടെ. രക്തത്തിന് അത് ഓടാൻ തുടങ്ങട്ടെ. ദൈവം പറഞ്ഞത് നീ പ്രസവിക്കുന്നത് വരെ അത് ചലിക്കട്ടെ. അത് വെളിപ്പെടുന്നത് വരെ അത് കൊണ്ടു നടക്കാം. പറ. നിങ്ങൾ വിശ്വസിക്കുന്നില്ലയോ ഇത് ട്രിവാൻഡ്രം എന്ന് പറയുന്നത് റിവൈവലിന്റെ ക്യാപിറ്റൽ സിറ്റിയാണ്? The capital city of revival. Come on, ആരെങ്കിലും ആർക്കാനുണ്ടോ?
capital city of revival. Hey. Nations are. Amen. Nations are. Amen. Nations are. Amen. ഈ ഹോളിൽ വന്നിരിക്കുന്നത് നിങ്ങൾ കാണുന്നോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. രാജ്യങ്ങൾ വന്നിരിക്കുന്ന കാലം വരുന്നു. Hallelujah. ഉണർവ് ചലിക്കുന്ന ഒരു കാലം വരുന്നു. Seasons are coming. Oh. Rakabalo. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ഹല്ലേലൂയ പറ. Hallelujah. ശുഡാലാധാരാ ബറക സോലോകോ റസലനരികലകോ. Yes. നിനക്ക് ഒരു വാചകം പറയട്ടെ. Before God blesses you, God will make sure you are fit for it. Amen. നീ അതിന് ഫിറ്റ് ആണെന്ന് ദൈവം അങ്ങനെ നോക്കി ഇവൻ ഓക്കെയാണ്. No, Yes. this is the time for the blessing. Yes. ഇത് എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ദൈവം നിന്നെ ചിലത് ഏൽപ്പിക്കുന്നേക്കാൾ മുമ്പ് അവൻ അതിനു വേണ്ടി നിന്റെ മനസ്സ്, ശരീരം, നിന്റെ കണ്ണ്, നിന്റെ വാക്ക്, നിന്റെ ചെവിയെ അത് അവന്റെ അളവിനെ റെഡിയാക്കി എടുക്കുമെന്നാ. Amen. Hallelujah. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമീൻ പറ. Amen. ഇത് പള്ളി വരുന്നത് എന്തിനാണെന്നറിയാം? നടുവേന മാറണം, കാലുവേന മാറണം, തടവ് ഇതിനാ വരുന്നേ. എന്നാൽ ചിലതിനെ പള്ളിയിൽ ദൈവം കൊണ്ടിട്ടിരിക്കുന്ന എന്നാന്നറിയോ? സ്വർഗീയ ഉദ്ദേശത്തിന് ഫിറ്റാക്കാനാ. നിന്നിൽ ചിലതിനെ ദൈവം ഇവിടെ ആക്കി വെച്ചിരിക്കുന്ന എന്നാന്നറിയോ? ജോൺ ദാരി ഒരു സ്വപ്നം തന്നിട്ടുണ്ട്. ആ സ്വപ്നത്തിന് വേണ്ടിയ ചില ഫിറ്റായ ആളുകൾ വേണം. അതിനു വേണ്ടി ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. അടുത്തിരിക്കുന്നവരോട് പറ, ബിഫോർ ഗോഡ് ബ്ലെസ്സസ് യു, ഹി വിൽ മേക്ക് ഷുവർ യു ആർ ഫിറ്റ് ഫോർ ഇറ്റ്. നീ അതിന് ഫിറ്റ് ആണോ എന്ന് അവൻ നോക്കും. മെൽസ് മൺട്രോ പറഞ്ഞ വാചകമാ. ഭൂമിയിൽ ദൈവം മഴ പെയ്യിച്ചില്ല, കാരണം മഴ പെയ്യിച്ചിട്ട് കാര്യമില്ല. കൃഷി ചെയ്യാൻ മനുഷ്യനില്ല. മനുഷ്യൻ ഉണ്ടാകുന്നത് വരെ ദൈവം മഴ പെയ്യിച്ചില്ലെന്നോ, അതുവരെ മഞ്ഞ നനച്ചോണ്ടിരുന്നേന്നോ. ദൈവം ചില മഴ പെയ്യിക്കാത്തതിന് കാരണം കൃഷി ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ടാണ്. ചിലത് ചെയ്യാൻ ചിലർ എഴുന്നേറ്റാൽ സ്വർഗം പറയും, I will set rain. ചിലത് ചെയ്യാൻ ചില ആളുകൾ എഴുന്നേറ്റാൽ ദൈവം പറയും, ഞാൻ ഇനി മഴ പെയ്യിക്കാം. അവൻ എഴുന്നേറ്റു, അവൾ എഴുന്നേറ്റു. കർത്താവേ റിവൈവൽ. ആൾറെഡി വി ആർ ഇൻ എ റിവൈവൽ. എന്താ കർത്താവേ? സ്വർഗം പറയും, ഞാൻ അവനെ എഴുന്നേൽപ്പിച്ചിരിക്കുവാ. അവൻ അവിടെ ഉള്ളത് കൊണ്ട് എനിക്ക് ചിലത് ചെയ്യാം. നിങ്ങൾക്ക് വല്ല മനസ്സിലാവുന്നോ? മഴ പെയ്യുന്നത് മനുഷ്യൻ ജോലി ചെയ്യാൻ ഉണ്ടായതിനു ശേഷമാ. നിങ്ങളിലെ ചിലരെ ദൈവം എഴുന്നേൽപ്പിച്ചത് റിവൈവലിനെ സെറ്റ് ചെയ്തിട്ടാണ്. നിങ്ങൾ പ്രിപ്പയർഡ് ആണെന്ന് മനസ്സിലാകുമ്പോ ഗെറ്റ് റെഡി. ഇന്നൊരാൾ ചർച്ചയിൽ വന്നില്ല, 2 ദിവസം കഴിയട്ടെ അയാളെ വിളിക്കുക, എന്നും കിടന്ന് വിളിയാ. ദേ ആർ നോട്ട് സെറ്റിൽ ഫോർ ദ റിവൈവൽ. ആ ആള് നഷ്ടപ്പെടാൻ പാടില്ല, ആ കുടുംബം നഷ്ടപ്പെടാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നതാണ് റിവൈവൽ. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ ദേ ആർ സെറ്റ് ഫോർ ദ റിവൈവൽ. ദൈവം ചിലത് ചെയ്യുവോ? ബ്രദറിന്റെ കണ്ണും മുഖം എന്താ ചുളിഞ്ഞിരിക്കുന്നേ? ഇടയിൽ ഉറങ്ങാതിരുന്നതാ. അങ്ങനെ ഉറങ്ങാതിരിക്കണോ? അത് നിനക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ദൈവം തന്ന സ്വപ്നം നിറവേറ്റി കാണണം, അത് എൻ്റെ കണ്ണി കാണണം. എൻ്റെ പിള്ളേരുടെ കാലത്ത് നടക്കണമെന്ന് അല്ല ആഗ്രഹം, എൻ്റെ നാളത്ത് നടക്കണം. ഇപ്പൊ നടക്കണം, ഇപ്പൊ കാണണം. കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറ. ശബ്ദം ഹല്ലേലൂയ പറ. ഞാൻ ഈ സോളിയെ കല്യാണം കഴിക്കാൻ അല്ലെങ്കിൽ പെണ്ണ് കാണാൻ പോവാ. അന്ന് അവൾക്ക് 42, എനിക്ക് 96. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ എപ്പോഴും ബാലൻസ് ചെയ്താൽ പോയിട്ടുള്ളത് വരെ. അവിടെ ചെന്നപ്പോൾ വയറുണ്ട്, നല്ലവണ്ണം വയറുണ്ട്. എന്തോ ചെയ്യുന്നത്? പെങ്കൊച്ച് കാണാൻ വരുമ്പോഴെങ്കിലും വയറ് കാണാതിരിക്കണ്ട, വയറും ശ്വാസം പിടിച്ച് മേലോട്ട് പിടിച്ചു. എത്ര ഇരിക്കാന്? പെണ്ണ് കാണാൻ പോകുമ്പോൾ കുറച്ച് വയറൊക്കെ ഉണ്ടായത്. ഇനി അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, ഉള്ളതിൽ ഏറ്റവും നല്ല ഷർട്ടായിട്ടേ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളർ ഡാർക്ക് ബ്ലൂ, ഭയങ്കര ഇഷ്ടമാണ്. ഡാർക്ക് ബ്ലൂ അല്ല, തിളക്കമുള്ള ബ്ലൂ. അതിൻ്റെ കൂടെ വൈറ്റ് പാൻറ്റും ഇട്ടിട്ടാണ് പോയത്. കണ്ടാൽ നോക്കുന്ന രീതിയിലാണ് പോയത്, പക്ഷെ വയറ് ചാടി കിടക്കുക.
ഇങ്ങനെയൊക്കെ പിടിച്ചു നോക്കി. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ലോകത്തെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന രീതിയെ? ലിസൺ ടു മീ. കൊയ്ത്തിന്റെ സമയമാകുമ്പോൾ ക്ലൈമറ്റിന് ഒരു മാറ്റം വരും. എന്നാ കാലാവസ്ഥ മാറി, കൊയ്ത്ത് പ്രയോജനപ്പെട്ടില്ല, നെല്ലെല്ലാം പോയി. പറയുന്നത് കേട്ടിട്ടില്ലേ നിങ്ങൾ? അപ്പൊ കൊയ്യുന്നതിനും കാലാവസ്ഥ ഉണ്ടെങ്കിൽ അതേപോലെ വിതയ്ക്കുന്ന സമയം ഒരു കാലാവസ്ഥയുണ്ട്. എന്തു പറഞ്ഞ ദൈവം എന്തെങ്കിലും ചെയ്യണൊക്കെ മുമ്പ് അത് സെറ്റ് ചെയ്യും. എന്നാ ദൈവം പ്രകൃതി പോലും എന്തെങ്കിലും ചെയ്യണേക്കാൾ മുമ്പ് അതിനെ പ്രിപ്പയർ ചെയ്യുന്ന മഴ, വെയില്, തണുപ്പ്, കാറ്റ് അതെല്ലാം കൊണ്ട് സെറ്റ് ചെയ്തിട്ട് പറയും ഇനി വിതയ്ക്കാം. ഇത് കൊയ്ക്കുന്ന സമയം, മഴ, വെയില് എന്ന് പറഞ്ഞാൽ സകലതിനെ സെറ്റിൽ ചെയ്തിട്ട് പറയും ഇത് കൊയ്ത്തിന്റെ സമയം എന്ന് പറഞ്ഞാൽ ഈ സമയം നിന്റെ കാലാവസ്ഥ നീ തിരിച്ചറിയേ, നിന്റെ സീസൺ അറിയേ. കൈയടിച്ചൊരു ഹല്ലേലൂയ പറ. എന്നെ സ്വാധീനിച്ച കാര്യമോ, ഞാൻ ഇത്രയും നാൾ അബ്രഹാമിനെ വായിച്ചിട്ടുണ്ട്, ഇത്രയും നാൾ മനസ്സിലായ പോലൊന്നും അല്ല അങ്ങനെ ഇപ്പം മനസ്സിലാവുന്നേ. സർവശക്തനായ ദൈവം പോലും ഈ മനുഷ്യന് പിള്ളേര് കൊടുത്തില്ല. ഇവൻ അതിന് സെറ്റിലാവട്ടെ തീരുമാനം എടുത്തു. എന്ന പരിപാടിയാല് ദൈവം ചിന്തിച്ചത് എങ്ങനെയെങ്കിലും ഒരു കൊച്ചു പോരാ, എനിക്ക് അവന്റെ രക്തത്തിൽ നിന്ന് അത് വെളിപ്പെട്ട് വരണം. മനസ്സിലാവണം? അതവനെ കൺട്രോൾ ചെയ്തിട്ട് വരുന്നതിൽ നിന്ന് എനിക്ക് അടുത്തത് എന്നതിനെ ഉളവാക്കാനൊക്കത്തുള്ളൂ. ഞാൻ ചിലരെ നോക്കി ദൂത് പറയട്ടെ, നിങ്ങളിൽ ചില വീരന്മാർ എഴുന്നേറ്റ് വരാൻ പോകുന്നു. ചിലരോട് പറയാനുള്ളത്, നിങ്ങളെ ചിലത് ഭരിക്കുന്നുണ്ട്, അത് വല്ലപ്പോഴുമേ ഭരിക്കുന്നുള്ളൂ. അതിനെ ആ ഭരിക്കുന്നത് നിന്നെ നിയന്ത്രിക്കാനാ ഷോർട്ട്സ് സാഹചര്യങ്ങൾ എല്ലാം വരുന്നേ. അത് നിങ്ങളെ ഭരിക്കുന്നു, നിയന്ത്രിക്കാനാ. നിങ്ങളിൽ നിന്ന് അതെല്ലാം അരിഞ്ഞ് കളഞ്ഞിട്ട് പറയണം, സ്വർഗം എന്നിൽ ഇട്ടിരിക്കുന്ന വിഷനെ അത് എന്നെ പൊത്തിഫേറിന്റെ വീട്ടിലെ ഭാര്യയെ നീ എന്താ ശ്രമിക്കുന്നത്? ജോസഫിന്റെ വിഷൻ കളയണം. നിന്റെ വിഷൻ പോയാൽ നിന്റെ മിഷൻ മങ്ങാൻ തുടങ്ങും. നിന്റെ വിഷനും നിന്റെ മിഷനും ഇറ്റ് ഇസ് ക്ലോസ് റിലേറ്റഡ്. കൊടുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അബ്രഹാമേ, എന്തുകൊണ്ടാ ദൈവം അബ്രഹാം എന്ന് മാറ്റി അബ്രഹാം എന്ന് വിളിച്ചത്? നീ പറഞ്ഞാൽ എന്തെങ്കിലും നടക്കൂ? ദാറ്റ്സ് എ പ്രിൻസിപ്പിൾ ഓഫ് ഗോഡ്. സകലതും ഉണ്ടാക്കിയത് വാക്കുകളല്ല. ദൈവം വിശ്വാസിയുടെ പിതാവായ അബ്രഹാമിനോട് പറയുക, നീ പറഞ്ഞാലേ അങ്ങനെ ആകത്തുള്ളൂ, നീ പറഞ്ഞാലേ അതുണ്ടാകത്തുള്ളൂ, നീ പറഞ്ഞാലേ. നീ നിന്നെ തന്നെ നോക്കിയിട്ട് പറയണം, നീ നിന്നെ തന്നെ നോക്കിയിട്ട് പറയണം. പാണ്ഡനല്ല, പാണ്ഡനല്ല, ഞാൻ ഈ കാണുന്ന പാണ്ഡല്ല ശരി, നീ പറയണോന്ന്. അബ്രഹാമേ, നിന്റെ ശരീരത്തെ നോക്കിയിട്ട് പറയണം, ഇതല്ല ഞാൻ ബഹുജാതിയുടെ പിതാവ്, ഇതല്ല ഞാൻ ബഹുജാതി എന്ന് പറയണോന്ന്. എപ്പോഴെങ്കിലും നിന്നെ തന്നെ നോക്കി നീ പറഞ്ഞിട്ടുണ്ടോ ഇവിടെയും വീർത്തിരിക്കുന്ന ഇവിടെയും വീർത്തിരിക്കുന്നു എന്നാണോ ഇതൊക്കെ നന്നാവുന്നേ? എന്നാണോ സിക്സ് പാക്ക് വരുന്നത്? പാക്ക് വരാതെ നീ ഹൃദയത്തിൽ നിന്ന് നിന്റെ ചിന്ത മാറ്റേ. നീ നിന്നെ തന്നെ നോക്കിയിട്ട് പറ, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്. ഒരു ദൈവവൃത്തിൻ പറഞ്ഞ വാക്ക്, ഈ സൂട്ടിനകത്ത് യേശു ജീവിക്കുന്നു, ഈ സൂട്ടിനകത്ത്, ഈ ജുബയ്ക്കകത്ത്. നോക്കിയിട്ട് പറ, നോക്കിയിട്ട് പറ. അബ്രഹാമിന് അങ്ങനെ ചെയ്യണമായിരുന്നുവെങ്കിൽ നിനക്കും അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല. ഈ കാണുന്ന പാണ്ടല്ല, അല്ല, ആരോഗ്യമുള്ള 75 കിലോ വെയിറ്റ് ഉള്ള, സൗന്ദര്യമുള്ള, മുടി പോലെ ഹെൽത്തി ആയിരിക്കുന്ന, ആമീനൊന്നും ഇല്ല. പറയാൻ ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ആരെങ്കിലും അങ്ങനെ പറയാനുണ്ടോ? അവരുടെ ശബ്ദം ഒന്ന് കേൾക്കട്ടെ. ആരെങ്കിലും അങ്ങനെ പറയാനുണ്ടോ? ദൈവം അബ്രഹാമിനോട് പറയാം, നിന്നെ നോക്കിയിട്ട് നീ പറ. അടുത്തിരിക്കുന്ന ഒന്ന് എഴുന്നേറ്റ് നിന്നേ. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, നിന്നെ നോക്കിയിട്ട് നീ പറയണം. നാട്ടുകാർ പറയുന്നത് പറയരുത്, കൂട്ടുകാർ പറഞ്ഞതും പറയരുത്.
ദൈവം പറഞ്ഞത് നിന്നെ നോക്കി നീ പറയണം. ദൈവം പറഞ്ഞത് എന്നെ നോക്കി ഞാൻ പറയണം. പറ. ദൈവം പറഞ്ഞത് എന്നെ നോക്കി ഞാൻ പറയണം. ഇനി എന്നാണോ എൻ്റെ ഭാവി നടക്കുന്നത്? വെൻ യു റെഡി ടു സേ കൺഫ്യൂഷൻ, ഐ ടെൽ യു ദ കൺഫ്യൂഷൻ വിൽ ടേക്ക് പ്ലേസ്. ആമേൻ. നീ പറയുന്നത് എന്നാണോ എന്ന് എനിക്കും അറിയത്തില്ല. കൺഫ്യൂഷൻ പറയുന്ന വീടുകളോട് പറയാനുള്ളത് അങ്ങനെ തന്നെ നിന്റെ തലയിൽ വരും. ഞാൻ പറയണ്ട അങ്ങനെയാ. അല്ല, അതിനു പകരം നിന്നെക്കുറിച്ച് പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതാ, ഞാൻ അബ്രഹാമാണ്, ബഹുജാതികളുടെ പിതാവാണ്. ആമേൻ. കൂടെ ഉണ്ടെങ്കിൽ തുള്ളി ചാടിയിട്ട് പറ, ബഹുജാതികളുടെ പിതാവാണ്. ബഹുജാതികളുടെ പിതാവാണ്. ഈ കാണുന്ന ഞാനല്ല ഞാൻ. ആമേൻ. പറ. ഈ കാണുന്ന ഞാനല്ല ഞാൻ. ഒന്നും കൂടെ പറ. ഈ കാണുന്ന ഞാനല്ല ഞാൻ. പിന്നെ ആരാ നിങ്ങള്? നീ ആ തോമാച്ചന്റെ മോൻ തന്നെയല്ലേ? അല്ലല്ല, ഈ കാണുന്ന ഞാനല്ല ഞാൻ. ഈ പുസ്തകത്തിൽ എന്നെ കുറിച്ച് എന്ത് പറഞ്ഞു അതാണ് ഞാൻ. ആമേൻ. ദൈവം പറഞ്ഞു, I am a victor. I am a success. I am a success. Come on, ഞാനൊരു വിജയമാണ്, ഞാനൊരു തോൽവിയല്ല. ഞാനൊരു കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറ. ജയിക്കാനായി ജനിച്ചതാ ഞാൻ. ജയിക്കാൻ വേണ്ടി ജനിച്ചവനാണ് ഞാൻ. ദൈവം ഒരാളെ സന്ദർശിക്കുക. അവസാനിപ്പിക്കുകയാണേ. ദൈവം ഒരാളെ സന്ദർശിക്കുക. പേര് യാക്കോബ്. യാക്കോബിനോട് ദൈവം ചോദിച്ചു, നിന്റെ പേരെന്താ? ചോദിക്കാനൊരു കാരണമുണ്ട്. യാക്കോബ് ദൈവത്തോട് പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ടല്ല ഇവിടത്തില്ലെന്ന്. മലയാളത്തിൽ അനുഗ്രഹിച്ചിട്ടെന്നാ. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് വെൻ യു റെഡി യു ഡിക്ലെയർ എ ബ്ലെസ്സിങ് ആൻഡ് ബ്ലെസ്സിങ് ഓൺ മീ എന്ന് എഴുതിയ, നീ ഒരു അനുഗ്രഹത്തെ ഡിക്ലെയർ ചെയ്യണമെന്നാ. എങ്കിൽ വിട്ടുകളയാന്നാ. അവനറിയാം ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ വലിപ്പം എന്താന്ന്. അപ്പോൾ പുള്ളി ചോദിച്ചു, വാട്ട്സ് യുവർ നെയിം? പുള്ളി പറഞ്ഞു, മൈ നെയിം ഈസ് ഡിസീവർ. മൈ നെയിം ഈസ് ഡിസീവർ. പറ. മൈ നെയിം ഈസ് കൊതുകാല് വെട്ടുന്നവൻ. എൻ്റെ പേര് ഡിസീവർ, ചതിക്കുന്നവൻ. സ്വർഗം പറഞ്ഞു, എടാ എനിക്ക് എങ്ങനെടാ നിന്നെ അനുഗ്രഹിക്കാൻ പറ്റുന്നത്? നിന്റെ തലയിൽ തന്നെ നീ ഡിസീവർ ആയിരിക്കുന്നിടത്തോളം കാലം എൻ്റെ അനുഗ്രഹം നിന്റെ മേൽ ഇരിക്കത്തില്ല. സോ ചേഞ്ച് യുവർ മൈൻഡ്. നിന്റെ പേര് ഇനി മുതൽ ഇസ്രായേൽ അല്ലെങ്കിൽ പ്രിൻസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ രാജകുമാരൻ പറ. I am not a deceiver, I am a prince of God. യാക്കോബേ, എന്നാ നീ ഇത് കേട്ടത്? 32-ാം അധ്യായത്തിൽ അതിൻ്റെ 27-ാം വാക്യങ്ങളിൽ ഞാനത് കേട്ടു. പക്ഷേ പിന്നീട് ദൈവം നിന്നോട് ഇടപെട്ടപ്പോൾ പറയുക, കർത്താവ് പറഞ്ഞു ശരിയാ, ഞാൻ അങ്ങനെയാണ്, ഇതും കൊണ്ട് പോകണ്ടേ? ദൈവത്തിന് വീണ്ടും ചെന്ന് അവനോട് പറയേണ്ടി വന്നു, ഐ ക്യാൻ ബ്ലെസ് യു ബട്ട് യു ഹാവ് ടു ചേഞ്ച് യുവർ നെയിം. നിന്റെ മനസ്സിൽ നിന്ന് നിന്നെക്കുറിച്ചുണ്ടായിട്ടുള്ള തെറ്റായ ചിത്രം പറിച്ചു കളഞ്ഞിട്ട് ഞാൻ തരുന്നത് നിന്റെ മനസ്സിൽ എപ്പോൾ സ്ഥാപിക്കുന്നു അപ്പോൾ മുതൽ എനിക്ക് ചിലത് നിന്നെക്കുറിച്ച് ചെയ്യാം. ഇനിയൊന്നും നടക്കാനൊന്നും പോകുന്നില്ല. ഞാൻ എവിടെയെങ്കിലും ചെന്നിരുന്നു വാതിൽ മുട്ടിയ അതോടെ അടയും. അത് ഞാൻ ഏതെങ്കിലും കമ്പനി കയറിയ അന്നോടെ അത് പൂട്ടും. എന്തെങ്കിലും കച്ചവടം ചെയ്താൽ പിന്നെ ആരും ആ കച്ചവടം ചെയ്യേണ്ടി വരില്ല. എൻ്റെ തലവരെയാണ്, ഞാൻ രക്ഷപ്പെടൂല. നിങ്ങളെന്തൊന്നും മിണ്ടാത്തേ? നമ്മുടെ ചർച്ചയിൽ വരുന്ന ആളുകളുടെ തലകൾ അങ്ങനൊന്നും ഇല്ല. പക്ഷേ വിഷമം വരുമ്പോൾ ഇങ്ങനെ ഇരുന്ന് പറയും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിഷമം വരുമ്പോൾ നമ്മളിരുന്ന് ആരെങ്കിലും പ്രാഗിയ ആ പ്രാഗ് കേൾക്കുമെന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലേ നിങ്ങൾ? ഞാൻ കേട്ടിട്ടുണ്ട്. ആ വിഷമിച്ച് പറഞ്ഞതാ അത് കേൾക്കുമെന്ന്. കേട്ടിട്ടില്ലേ നിങ്ങൾ? ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ വേദനയിൽ നിന്ന് പറയുന്നതാണ്, നമ്മുടെ ഹാർട്ടിൻ്റെ സ്വാധീനത്തിൽ നിന്ന് പറയുന്നത്. വേദന വരുമ്പോൾ എന്തെങ്കിലും വിളിച്ചു പറയാനുള്ളതല്ല. നമ്മൾ വേദന വരുമ്പോൾ പറയണം, എൻ്റെ അപ്പൻ
എൻ്റെ സ്വർഗീയ പിതാവാ. യെസ്. ഒരു ബാധയും ഒരു കൂടാരത്തിന് നേരെ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചൊരു ആമേൻ പറ. ആമേൻ. ചേർന്ന് ശബ്ദമുയർത്തി ഹല്ലേലൂയ. ശബ്ദമുയർത്തി രാക്കബാബ. പറ, ഞാനൊരു മോശക്കാരനല്ല. ഞാനൊരു മോശക്കാരനല്ല. പ്രശ്നങ്ങളല്ല നിന്റെ സ്വപ്നങ്ങളെ നിയന്ത്രിക്കേണ്ടത്. നിന്റെ സ്വപ്നങ്ങളെ നിയന്ത്രിക്കേണ്ടത് നിന്റെ വിഷനുകളാണ്. ആമേൻ. പ്രശ്നങ്ങൾ പറയരുത് ഇത് നിന്റെ അവസാനമാണെന്ന്. യെസ്. നോഹ, ചുറ്റും വെള്ളമല്ലേ? ഞാൻ പറയും യെസ്. എല്ലാവരും അവസാനിക്കുകയല്ലേ? ഞാൻ പറയാം യെസ്. ഭൂമി മുഴുവൻ നശിക്കുമല്ലേ? യെസ്. പക്ഷേ അവർ നശിക്കുമ്പോൾ ഞാൻ പൊങ്ങിക്കൊണ്ടിരിക്കുവോ? ആമേൻ. പലരും നശിക്കുന്നിടത്ത് ഞാൻ ഉയർന്നു വരും. ആമേൻ. ആമേൻ പറയാതെ. ആമേൻ. ചുറ്റുപാടും ഡിസാസ്റ്ററാണ്, വെള്ളപ്പൊക്കമാണ്, പക്ഷെ എൻ്റെ പെട്ടകം അതിന് മുകളിലാണ്. ഹല്ലേലൂയ. താഴേണ്ട കാര്യമില്ല, യെസ്. നശിക്കേണ്ട കാര്യമില്ല, യെസ്. ഇല്ലാതാവേണ്ട കാര്യമില്ല. ഒരു വിജയത്തിൽ നിന്ന് അടുത്ത വിജയത്തിലേക്ക് കയറേണ്ട കാര്യമുള്ളൂ. ആമേൻ. പരാജയം എനിക്കുള്ളതല്ല. ആമേൻ. പറ, തോൽവി എനിക്കുള്ളതല്ല. എനിക്ക് തോക്കാൻ കഴിയത്തില്ല. എൻ്റെ ഭാര്യയും മോളും എല്ലാം ഇവിടെ ഇരിക്കുക. എൻ്റെ കൂടെ ഉള്ളവരോട് കൂടെ ചോദിക്കാൻ, വളരെ 1-2 പ്രാവശ്യം മാത്രം ഞാൻ പറഞ്ഞിട്ടൊരു വേർഡാണ് ഞാനിന്ന് ഇടിഞ്ഞു പോയെന്ന്. ഇവർക്കാർക്കും എൻ്റെ വായിൽ നിന്ന് അങ്ങനെ സാധനം കേൾക്കാൻ കഴിയത്തില്ല. അറിവില്ലായ്മയുടെ സമയത്ത് എപ്പോഴും 1-2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സ്പിരിച്വലി ഞാനിന്ന് ഇടിഞ്ഞു പോയി. അങ്ങനെ ഇടപാടേ ഇല്ല. ഞാനെന്തിനാ സ്പിരിച്വലി ഇടിയുന്നു? അടുത്തിരിക്കുന്നവരോടോ, ഞാനെന്തിനാ സ്പിരിച്വലി ഇടിയുന്നേ? അതിൻ്റെ ആവശ്യമൊന്നും. ഫിസിക്കലി അനവൾ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പ സത്യം പറ, അപ്പടെ കാല് വേദനിക്കുന്നോ ഇല്ലയോ? ഞാൻ പറഞ്ഞു ഇല്ല. അപ്പ കള്ളം പറയാ, സത്യം പറ. ഞാൻ പറഞ്ഞു ഇല്ല. ഞാൻ വിശ്വാസം പറയണോ നുണ പറയണോ? എൻ്റെ ഭാഷയിൽ പറഞ്ഞ കാല് വേദനിക്കുന്നു എന്ന് പറഞ്ഞ നുണയും വിശ്വാസം അതാണ് സത്യവോ? യാഥാർത്ഥ്യം സത്യം, നുണയും വിശ്വാസം ഏതാ നീ സംസാരിക്കാറുള്ളത്? അല്ല, യാഥാർത്ഥ്യം. അബ്രഹാമേ, ആരാ വയസ്സനാ ഉണ്ടാകുവോ? നിന്നുപോയി. എന്താ പറയുന്നേ? ബഹുജാതികളുടെ പിതാവ്. കേക്കണേ, ആദ്യം ഇസഹാക്ക് ഉണ്ടായിട്ട് കെതൂറ എടുത്ത് പോയിരിക്കുന്നു പുള്ളി. അതിൻ്റെ കൂട്ടത്തിൽ 4 പിള്ളേർ വേറെയും. മനസ്സിലായില്ല? അബ്രഹാമിന് വേറൊരു ഭാര്യയും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ കർത്താവ് കൊടുത്തപ്പോൾ കെതൂറയ്ക്കും കൂടെ 4 പിള്ളേർ കൊടുക്കാനുള്ള അറിവും കൊടുത്തോളഞ്ഞ്. ഒടുക്കത്തെ പരിപാടിയായി പോയി. Rabba, തമ്പുരാൻ അങ്ങനെ ചെയ്യത്തുള്ളൂ. Amen.